ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ആരാധനയിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പേ എപ്പോഴും നമ്മൾ പാടുന്ന ഒരു പാട്ടാണ് ഇപ്രകാരം ഉള്ളൊരു പാട്ട്. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവമേ, നിന്റെ ആലയത്തിലായിരിക്കുന്ന ഞങ്ങൾ നിന്റെ വചനം കേൾക്കുവാൻ നമ്മളെ ഇടയാക്കണമേ. ലോകചിന്തകളെല്ലാം ഒഴിച്ചു വെച്ച് അല്പസമയം നിന്റെ സന്നിധിയിൽ വന്നിരിപ്പാൻ നമ്മളെ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ വചനം കേൾക്കുവാൻ നമ്മുടെ ആന്തരിക കണ്ണുകളെ നമുക്ക് തുറന്നു തരണമേ. ഈ ലോകപ്രകാരം ജീവിക്കാതെ നിന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും നിന്നെ കൂടുതൽ അറിയുവാനും നമ്മളെ ഇടയാക്കണമേ. എല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടൽമാറാകണമേ. എന്നെ കേൾക്കുന്ന ദൈവിക ജനമേ, നമ്മളിപ്പം പാടിക്കേട്ട ഒരു പാട്ട് ആർക്കും അറിയാത്ത ഒരു പാട്ടല്ല. എല്ലാ ആഴ്ചയിലും എല്ലാ കുർബാനകളെയും നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്. ഹാബേലിന്റെ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയും അബ്രഹാമിന്റെ ബലിയും കൈക്കൊണ്ട കർത്താവേ, ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊള്ളണമെന്ന്. എപ്രകാരമായിരുന്നു ഹാബേലിന്റെ കുഞ്ഞാട്, നോഹയുടെ കാഴ്ച, അബ്രഹാമിന്റെ ബലി എന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഇത് കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും നോമ്പും കൈക്കൊള്ളണമെന്ന്. ഇന്ന് രാവിലെ കുർബാനയ്ക്ക് വന്നവർക്കറിയാം, തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചു, പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന 2 ആഴ്ചകളുടെ ഒരു സമയമാണ് നമുക്കിപ്പോൾ ഉള്ളത്. പരിശുദ്ധ നോമ്പ്, 3 നോമ്പും വലിയ നോമ്പും വരാൻ പോകുന്ന ആഴ്ചകളാണ് നമ്മുടെ മുന്നിൽ നമ്മൾ ഇനിയും കാണുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഈ ഒരു ഭാഗം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉചിതമാണെന്ന് കരുതിയാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുത്തത്. കാരണം നമുക്കറിയാം, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല ക്ലോസ് ഇട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണേ. അതുപോലെ ഇവിടെ നമ്മൾ പറയുന്നത് ഇവരുടെ കാഴ്ചകൾ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും ദൈവമേ സ്വീകരിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഹാബേലിന്റെ കുഞ്ഞാട്. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, കായേനും ഹാബേലും ദൈവസന്നിധിയിൽ കാഴ്ച അർപ്പിക്കാൻ പോകുന്നു. ഒരാളുടെ കാഴ്ച ദൈവം സ്വീകരിച്ചു, മറ്റേ കാഴ്ച എന്താണ് കാരണം? അവിടെ നമ്മൾ വായിക്കുന്നുണ്ടോ? ഹാബേൽ നല്ല കാഴ്ച കൊടുത്തു എന്ന് അവിടെ പറയുന്നുണ്ടോ? പക്ഷേ പുതിയ നിയമം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിൽ പറയുന്നത്, എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ എന്തും കൊണ്ട് ദൈവം ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നില്ല വ്യക്തമായിട്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് 2 പേരും കാഴ്ച അർപ്പിക്കാൻ വന്നു. കായേന് ചില കായ്കറികൾ കൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചു. പക്ഷേ ഹാബേലോ ആദ്യ കുഞ്ഞാടിനെ ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു, വിശ്വാസത്താലാണ് ഹാബേൽ ആ കാഴ്ച സമർപ്പിച്ചത്. നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ പറഞ്ഞ പോലെ നല്ല കാഴ്ച നമ്മച്ചി പറഞ്ഞു, ദൈവസന്നിധിയിൽ കൈക്കൊള്ളുവാനുള്ള ഒരു കാരണം നല്ല കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചു. നല്ല കാഴ്ച വിശ്വാസപൂർവ്വം സമർപ്പിച്ചുകൊണ്ടാണ് ഹാബേലിന്റെ കാഴ്ച ദൈവം സ്വീകരിച്ചത്. അതുകൊണ്ട് ഹാബേലിന്റെ കുഞ്ഞാട് ദൈവം സ്വീകരിക്കാനുള്ള കാരണം അത് വലിയതായിട്ടൊന്നും അല്ല, വിശ്വാസപൂർവം. വിധവയുടെ ചില്ലിക്കാശ് ദൈവത്തിന് വിലയേറിയതാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് ഹാബേൽ കുഞ്ഞാടിനെ കൊടുത്തോണ്ടായിരിക്കത്തില്ല, പക്ഷെ അത് കൊടുത്തതിന്റെ മനസ്സ്, അതിന്റെ ഭക്തി, അതിന്റെ ആരാധന, അതുകൊണ്ടാണ് ദൈവം ഹാബേലിന്റെ കാഴ്ച സ്വീകരിച്ചത്. ദൈവം നോക്കുന്നത് നമ്മുടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല. കാരണം ദൈവസന്നിധിയിൽ എല്ലാവരും
ഓരോ രീതിയിൽ കണക്കപ്പെടുന്നു. അതുകൊണ്ട് ദൈവം ഓരോരുത്തർക്ക് ഓരോരോ താലന്തുകളാണ് കൊടുത്തത്. അത് എപ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളും നോമ്പും കഴിക്കൊള്ളണമേ കർത്താവേ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നല്ല കാഴ്ചകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മാത്രമേ ദൈവം സ്വീകരിക്കത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷാവസാനം ഇന്ത്യയിൽ 500-1000 രൂപയുടെ നോട്ടൊക്കെ പിൻവലിച്ചു അല്ലെ. ഈ 500-1000 നോട്ട് പിൻവലിച്ചപ്പോൾ അനേകർ അതുകൊണ്ട് കഷ്ടവും പ്രയാസവും എല്ലാം അനുഭവിച്ചു. ഈ 500-1000 സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? രണ്ടുപേരും പത്രോസിന് മുമ്പാകെ വന്ന് നിന്നു. നമ്മുടെ ഒരു വിചാരമുണ്ടല്ലോ, നമ്മൾ ചെയ്തതിനല്ല നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ 500-1000 പത്രോസിന്റെ അടുത്ത് പോയി പറഞ്ഞു, പത്രോസെ, ആ സ്വർഗത്തിന്റെ കവാടം ഒന്ന് തുറന്നേ, നമ്മൾ പ്രവേശിക്കട്ടെ എന്ന്. പത്രോസ് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? 500-1000 ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള 2 നോട്ടാണ് 500-1000 എന്ന്. പത്രോസ് വീണ്ടും പുസ്തകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന്. അപ്പോൾ ഈ നോട്ടുകൾ വീണ്ടും ചോദിച്ചു, എന്താണ് നമ്മളെ അറിയാത്തതിന്റെ കാരണമെന്ന്. അപ്പോൾ പറയുന്നു, നിങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മൾ എത്ര രൂപയാണ് നേർച്ചയായിട്ട് കർത്താവിന്റെ മുമ്പാകെ കൊണ്ട് സമർപ്പിക്കുന്നതെന്ന്. നമ്മൾ ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്? ഹാബേലിന്റെ കുഞ്ഞാടിനെ ദൈവം സ്വീകരിച്ചു എന്ന് പറയുന്നു, നല്ല കാഴ്ച കൊടുത്തു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമ്മൾ എപ്രകാരമാണ് ചെയ്യുന്നത്? ഈ 500-1000 രൂപയും പത്രോസിന്റെ അടുത്ത് പറഞ്ഞു, വലിയ ആൾക്കാരാണ്, നമ്മൾ പലരുടെയും കൈകൾ ഉണ്ടായിരുന്നു. പക്ഷെ പറയുന്നു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ടില്ല. ആരും കൊണ്ട് 500-1000 ദേവാലയത്തിൽ ഇട്ടില്ല എന്നാണ്. കാണും, ഇടുന്നവര് കാണും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അറിയാവുന്നവരുണ്ട് 500-1000 രൂപയും കൊണ്ട് ദേവാലയത്തിൽ ഇടുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവരുടെ കാഴ്ചകൾ സ്വീകരിച്ചതുപോലെ നമ്മുടെ കാഴ്ചകളും സ്വീകരിക്കണമേ കർത്താവെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാഴ്ച എപ്രകാരമാണ്? നമ്മുടെ കയ്യിലുള്ള 500-1000 പത്രോസ് പറഞ്ഞ്, നിങ്ങൾ ഇവിടുന്ന് പോകുവീൻ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചകളും അതുപോലെയാണോ? നമ്മുടെ കയ്യിലുള്ള നല്ല കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ചിലരോരുണ്ട്, ഈ 1 പൈസ, 5 പൈസ, 10 പൈസ, ഇന്നതിന് വിലയില്ല. എൻ്റെ ചെറുപ്പത്തിൽ 5 പൈസ കൊണ്ടു കൊടുത്താൽ മുട്ടായി കിട്ടുമായിരുന്നു. ഇന്ന് പക്ഷേ 5 പൈസ അല്ല 5 രൂപ കൊടുത്താലും ഒരു മുട്ടായി കിട്ടുന്ന ഒരു അവസ്ഥയായി. ഈ 5 പൈസ ഇപ്പൊ എവിടെ കിട്ടുമെന്നറിയാമോ? 5 പൈസ 10 പൈസ ഒക്കെ എവിടെ കിട്ടുമെന്നറിയാമോ? വഞ്ചികൾ തുറന്നാൽ മതി. ഓരോരോ പള്ളികളുടെ കുരിശടിയും വഞ്ചികളും തുറക്കുമ്പോൾ അവിടെ കാണാം ഈ പൈസകൾ. നമുക്ക് വേണ്ടാത്തതിനെയാണോ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നത്? നമ്മൾ നല്ല കാഴ്ചയാണോ ദൈവത്തിന് സമർപ്പിക്കുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു അവസരമായിട്ട് ഇതെടുക്കണം. കാരണം ഹാബേലിന്റെ കാഴ്ച നല്ല കാഴ്ചയാന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്രകാരമുള്ള കാഴ്ചയാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്? അതാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് നോഹയുടെ കാഴ്ചയാണ്. നോഹയുടെ കാഴ്ച കർത്താവ് സ്വീകരിച്ചു. നമുക്കറിയാം നോഹനെ കുറിച്ച് അല്ലേ. നോഹ ഒരു വലിയ പെട്ടകമൊക്കെ പണിഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കാണുമായിരിക്കും, ജോലിക്ക് എന്നെ സഹായിക്കുന്നൊക്കെ. പക്ഷെ ഇവരൊന്നും സഹായിച്ചു കാണത്തില്ല. ഇവർ പറഞ്ഞു കാണും, മണ്ടൻ, ഇത്രയും വലിയ ബോട്ട് ആർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്? ഇവന് വട്ടാണ്, ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കണം, അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ പെട്ടകം ഉണ്ടാക്കി വെക്കുന്നത് എന്ന് നോഹയോട് പറഞ്ഞു കാണും. ഇന്നും ഇപ്രകാരം പറയുന്നവരില്ലേ? ദേവാലയത്തിൽ പോയാൽ എന്ത് കിട്ടും? ദേവാലയത്തിൽ പോയാൽ എന്ത് കിട്ടും? പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ എന്ത് കിട്ടും? ഇതൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർത്തഡോക്സ്കാർക്ക് എന്താണ്? പേടിയാ. രക്ഷിക്കപ്പെട്ടോ? ഈ ചോദ്യത്തിന് എല്ലാ ഓർത്തഡോക്സ്കാരും വിറയ്ക്കുന്ന ഒരു ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടോ? കഴിഞ്ഞ ആഴ്ചത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായിരുന്നത്. നദാലിയനോട് പറയുന്നു, നീ വെള്ളം കൊണ്ടും ആത്മാവും കൊണ്ടും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല എന്ന്. എന്താണ് ഈ വെള്ളം കൊണ്ടോ ആത്മാവും കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത്? മാമോദീസ ഏറ്റവരെല്ലാരും വീണ്ടും ജനിച്ചിട്ടുണ്ട്. പക്ഷേ
വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അതിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. വെള്ളത്തിന്റെ ഗുണം എന്താണ്? ഇറ്റ് ഈസ് ട്രാൻസ്പെറന്റ്. വെള്ളം ട്രാൻസ്പെറന്റ് ആണ്. അതുപോലാണോ നമ്മൾ? വെള്ളത്തിന്റെ അനുഭവമാണോ നമ്മൾ? വെള്ളം എന്തിനേയും കഴുകി ശുദ്ധീകരിക്കും. നമ്മൾ ശുദ്ധിയുള്ളവരാണോ? ഇതാണ് വീണ്ടും ജനിച്ചവരുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബോൺ അഗെയിൻ. അല്ലാതെ ബോൺ അഗെയിൻ ആണോ എന്ന് ചോദിച്ചോണ്ടേ പേടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഫലങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ there is no use. ഒരു കാര്യവുമില്ല വീണ്ടും ജനിച്ചവരാന്ന് പറഞ്ഞിട്ട്. കാരണം 500ഉം 1000ത്തിന്റെയും കാര്യം പറഞ്ഞ പോലെ ആയിപ്പോവും. 500ഉം 1000ത്തിനും നല്ല സ്ഥാനമൊക്കെ കിട്ടിയായിരുന്നു, പക്ഷേ അവര് ദേവാലയത്തിൽ പ്രവേശിച്ചില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചില്ല. അതുകൊണ്ട് നോഹയുടെ കാഴ്ച നമ്മൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കണം, നോഹ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി വേറെ ആരും ചെയ്തുകൊണ്ടിരുന്നില്ല. ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ അതുപോലത്തെ പ്രവൃത്തി വേണം ചെയ്യാൻ. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനത്തെ പ്രവൃത്തികളാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ യോഗ്യരല്ല. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരല്ല. ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്ത് യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ സെമിനാരി കോട്ടയത്തായിരുന്നു പഠിച്ചത്. അപ്പോൾ ഗരീബിരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഗരീബിരത്ത് ഫുൾ AC ട്രെയിൻ ആണല്ലോ. അപ്പോൾ ശബരിമലേന്റെ സീസൺ, ഇപ്പൊ കഴിഞ്ഞു പോയ ഒരു ശബരിമലേന്റെ ഒരു സീസൺ ആയിരുന്നത്. പെട്ടെന്നുണ്ട് ഒരു ദിവസം രാത്രിയിൽ കുറെ പേര് കയറുന്നു. കാരണം ഗരീബാകുമ്പോൾ രാത്രി കയറിയ രാവിലെ ഇവിടെ നാട്ടിലെത്തും. അതുകൊണ്ട് പെട്ടെന്ന് കുറെ പേര് അതിനകത്തൊക്കെ കയറി. രാത്രി കയറി എല്ലാവരും പെട്ടെന്നെല്ലാം കിടന്ന് ഉറങ്ങി. രാവിലെ ഒരു 8 മണി ആയപ്പോഴത്തേക്കൊണ്ട് ഒരു സ്റ്റേഷൻ എത്തി. മേളിൽ നിന്ന് ഒരുത്തൻ താഴോട്ട് നോക്കി ചോദിച്ച്, എവിടായി? എറണാകുളം എത്തിയെന്ന് പറഞ്ഞു. ഈ മനുഷ്യനാണെങ്കിൽ നല്ല ബൂട്ട്സ് ഷൂ ഇട്ടുകൊണ്ട് മേളിൽ കിടക്കുകയാണ്. കാരണം എന്താ? പേടിയാ അല്ലേ? നമ്മൾ വില കൊടുത്താണല്ലോ ഷൂ ഒക്കെ വാങ്ങിക്കുന്നത്. ചെരുപ്പൊക്കെ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഈ 500 1000 ദേവാലയത്തിൽ പ്രവേശിച്ചില്ലെങ്കിലും നമ്മളൊരു ചെരുപ്പോ ഷൂവോ വാങ്ങിക്കാൻ പോകുമ്പോൾ മമ്മി 100 200 രൂപ ചെന്നാൽ ചോദിക്കും, ഇതും കൊണ്ട് എന്തോ കിട്ടും അല്ലേ? 100 200 രൂപയും കൊണ്ട് എന്തോ കിട്ടുമെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മുടെ ചെരുപ്പിന് അതിനേക്കാളും വാല്യൂ ഉണ്ട്. നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് നമ്മൾ ദേവാലയത്തിൽ ഇടുന്നേക്കാളും വില നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ മനുഷ്യൻ പേടിച്ചു, ഇനി രാത്രിയിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ എന്ന് വിചാരിച്ച് ഈ ബൂട്ട്സ് ഷൂ ഇട്ടുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ചോദിച്ച് എവിടെയായി? എറണാകുളമായെന്ന് പറഞ്ഞു. ഈ യുവാവ് പെട്ടെന്നൊരു ചാട്ടം താഴേക്ക്. അവിടെ ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തൻ ഇരിപ്പുണ്ടായിരുന്നു. നമുക്കറിയാം ശബരിമലയിൽ പോകുന്നവര് എപ്രകാരമാണ് പോകുന്നത്? അവര് ചെരുപ്പ് ഇടാറില്ല. അവരേത് വസ്ത്രമാണ് ധരിക്കുന്നത്? കറുപ്പ് വസ്ത്രമാണ് ധരിക്കുന്നത്. അവരുടെ ആഹാരത്തിനൊരു നോമ്പുണ്ട്. അവർക്ക് വ്രതശുദ്ധിയുണ്ട്. നമ്മളൊക്കെ നോമ്പ് നോക്കണമെന്ന് പറഞ്ഞാലേ ഓർത്ത് നോക്കിയേ. അച്ഛനെങ്ങാനും പറഞ്ഞ പള്ളിയിൽ പോകുമ്പോൾ വെള്ളം ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു പോയാൽ പറയും, അച്ഛൻ്റെ കൊച്ചമ്മ ഏത് സാരി ഉടുക്കുന്നേ? അച്ഛൻ്റെ മക്കള് എന്താണ് ചെയ്യുന്നത്? അല്ലേ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാനല്ലാതെ സ്വയമേ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് ഇപ്രകാരം ഭക്തനായ ഒരു മനുഷ്യൻ അവിടെ സൈഡ് സീറ്റിൽ ഇരിക്കുകയാണ്. ഈ യുവാവ് മേളിൽ നിന്ന് നേരെ ചാടിയത് ഈ മനുഷ്യന്റെ കാലിലേക്ക്. ഷൂ ഇട്ട മനുഷ്യൻ മേളിൽ നിന്ന് ചാരോട്ട് ചാടുമ്പോൾ, അതും കാലിന്റെ പാദത്തിലേക്ക് ചാടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ മുഖം എല്ലാം പെട്ടെന്ന് മാറും. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചോദിച്ചേനെ? എടോ എവിടെ നോക്കിയാടോ ചാടുന്നേ? നിന്റെ മുഖത്ത് കണ്ണില്ലേടാ? എന്തൊക്കെ ചോദിച്ചേനെ നമ്മൾ അല്ലേ? ഓർത്ത് നോക്കി. നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് ഒരാൾ ബ്രേക്ക് പിടിച്ച് എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? ചോദിച്ചിട്ടില്ലേ? പറയാറില്ലേ? ഈ ഭക്തൻ പക്ഷെ എന്തുവാ പറഞ്ഞതെന്നറിയാമോ? എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഭക്തിയാണ് ഈ മനുഷ്യൻ എനിക്കന്ന് കാണിച്ചു തന്നത്. ഈ മനുഷ്യൻ ശാന്തമായിട്ട് പറഞ്ഞു, സ്വാമിയെ ശരണമയ്യപ്പോ എന്ന്. നമ്മളായിരുന്നെങ്കിൽ പല വാക്കുകളും എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവനെ പിടിച്ച് അടിക്കാൻ പറ്റിയ ശേഷിയുണ്ടെങ്കിൽ നമ്മൾ അവനെ അടിക്കുകയും ചെയ്തേനെ. കാരണം ചാടിയത് നമ്മുടെ കാലിലോട്ടാ. നമുക്കറിയാം, കത്തിയും കൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്ന് മുറിഞ്ഞാൽ അതിന്റെ വേദന നമുക്കറിയാം. അപ്പൊ ഷൂ ഇട്ടുകൊണ്ട് ചാടിയപ്പോൾ എന്തോ ഒരു വേദനയായിരിക്കും. എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത്? പക്ഷേ
ശാന്തമായിട്ട്, ഒരു ഹൈന്ദവനായിട്ട് ശാന്തമായിട്ട് ദൈവത്തെ വിളിച്ചു. നമ്മളായിരുന്നെങ്കിൽ അവൻ ദൈവത്തെ വിളിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞ നീയൊക്കെ മുടിഞ്ഞു പോവടാ, അല്ലേ? എപ്രകാരമാണ് നമ്മുടെ ഭക്തി, എപ്രകാരമാണ് നമ്മുടെ ആരാധന? വ്യത്യസ്തമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോഹയുടെ കാഴ്ച എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് നോഹ പണി ചെയ്തുകൊണ്ടിരുന്നു. നോഹ പെട്ടകം പണിഞ്ഞുകൊണ്ടിരുന്നു. ബാക്കിയുള്ള ലോകത്തിലുള്ളവരെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇവന് ഭ്രാന്താണ്, ഇവന് ഭ്രാന്താണ്. ഇപ്പൊ നമ്മൾ നല്ല രീതി നടന്നാലും പറയും പിന്നെ ഇവനൊക്കെ സ്വർഗരാജ്യത്തിൽ അവകാശികളാന്ന് തോന്നും. നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ട ബാക്കി കുഞ്ഞുങ്ങൾ എന്ത് പറയും? പിന്നെ ഇവനൊക്കെ IAS പഠിക്കുക, അല്ലേ? നമുക്ക് പുച്ഛിക്കുവാനും പലരെയും ചവിട്ടിത്താഴ്ത്താനും നോക്കുമ്പോൾ ക്രിസ്തീയ ദൗത്യങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളും മുറുകെ പിടിക്കേണ്ട നമ്മൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നോഹയുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ ഒരു കാഴ്ചയാണ്. ദൈവം പറഞ്ഞ അനുസരിച്ച്, ദൈവം രക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടാണ് നോഹ എന്ത് ചെയ്യുന്നത്? ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ട് നോഹയുടെ കാഴ്ചയും ദൈവം സ്വീകരിച്ചു. അതുകൊണ്ട് ഹാബേലിന്റെ കുഞ്ഞാടും നോഹയുടെ കാഴ്ചയും ദൈവം സ്വീകരിച്ചു. അടുത്തതാരാണ്? അബ്രഹാമിന്റെ ബലി. അബ്രഹാമിന്റെ ബലി നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എപ്രകാരമാണ് അബ്രഹാം ബലി അർപ്പിക്കുവാൻ പോയത് എന്ന്. അവിടെ പറയുന്നു, കുറച്ചു കാലത്തിന് ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട്, അബ്രഹാം അടിയനിതാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ, നിന്റെ ഏക മകനെ എടുത്തുകൊണ്ട് ഞാൻ കാണിക്കുന്ന ദേശമായ മൊറിയയിൽ പോയി, അവിടെ ഒരു മലയുണ്ട്, അവിടെ പോയി അവനെ യാഗമായി അർപ്പിക്കുവാൻ പറയുന്നു. അബ്രഹാം എന്തു ചെയ്തു? അനുസരിക്കുകയാണ് ചെയ്തത്. ഇങ്ങോട്ടോ അങ്ങോട്ടോ നോക്കിയില്ല അബ്രഹാം. ഇങ്ങോട്ടോ അങ്ങോട്ടോ നോക്കാതെ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് അബ്രഹാം ഇതിനു വേണ്ടി ഒരുങ്ങുകയാണ്. അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, അബ്രഹാമിന് എത്ര വയസ്സുണ്ടായിരുന്നു ഒരു മകൻ ജനിക്കുമ്പോൾ? എത്ര ഉണ്ടായിരുന്നു? 100 വയസ്സ്. 100 വയസ്സ് വരെ അബ്രഹാമിന് മക്കളില്ല. 100 വയസ്സിന് ആയപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത ഒറ്റ മകൻ, ദൈവം വാഗ്ദാനമെല്ലാം കൊടുത്ത്, നിന്റെ മക്കളെ ഞാൻ അനേക ജാതികൾക്ക് നേതാവാക്കും ജാതിയാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് കർത്താവ് തന്നെ പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ എടുത്തുകൊണ്ട് മൊറിയ മലയിൽ പോയി എനിക്ക് യാഗമായി അർപ്പിക്കുവാൻ. ഒരു ചിന്തയില്ലാതെ, ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ അബ്രഹാം ഇത് അനുസരിച്ചു. അതുകൊണ്ട് അബ്രഹാമിന്റെ ബലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. 100 വയസ്സ് വരെ ജീവിച്ച് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു മനുഷ്യന് ദൈവം വരദാനമായ ഒരു മകനെ നൽകിയപ്പോൾ, അവനെ യാഗമായി അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ദാ അബ്രഹാം യാത്ര തുടങ്ങുന്നു. നമുക്കെല്ലാം കുഞ്ഞുങ്ങൾ ദൈവം ദാനമായി നൽകിയപ്പോൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമുക്ക് വിലയില്ലാതായി പോയി. ദൈവം ദാനമായിട്ട് കുഞ്ഞുങ്ങളെ നൽകിയപ്പോൾ നമുക്ക് വിലയില്ലാതായി പോയി. അനേക വർഷം പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ചവർക്കറിയാം ഒരു കുഞ്ഞിന്റെ വില എത്ര ആണെന്ന്. അങ്ങനെ ലഭിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുവോ? ചിന്തിച്ചേ, നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുവോ? ഒരു കുഞ്ഞിനെ ദൈവം നല്ലപോലെ ഒരു കുഴപ്പവുമില്ലാതെ 9 മാസവും കാത്ത് അത് ജനിച്ച് വളരുവാണെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്ത് പോലും ഇല്ല. പക്ഷേ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയുകയാണ് there is some problem, എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ ആരെ ഓർക്കും? അപ്പൊ നമ്മൾ ദൈവത്തെ ഓർക്കും. അപ്പൊ നമ്മൾ ദൈവത്തെ ഓർത്തിട്ട് പറയും, ദൈവമേ, ഈ കുഞ്ഞിനെ ജീവനോടെ തന്ന ഞാൻ നിനക്ക് തന്നേക്കാം, അല്ലെങ്കിൽ നിന്റെ അല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ പറയുകയാണ്, ദൈവമേ, ഈ കുഞ്ഞിനെ തന്നാൽ ഞാൻ നിനക്കത് തന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ഓർക്കത്ത് പോലും ഇല്ല. അങ്ങനെയല്ല അബ്രഹാം ചെയ്തത്, അങ്ങനെയല്ല ഹാബേൽ ചെയ്തത്. അതുകൊണ്ടാണ് ദൈവം സ്വീകരിച്ചത്. ദൈവത്തിന് നല്ലത് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം.
അബ്രഹാം നല്ല കാഴ്ചകളാണ് ദൈവത്തിന് സമർപ്പിച്ചത്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ച് ജോലിക്ക് വേണ്ടി തേടി 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 നടക്കാറുണ്ട്. പഠിച്ചു കഴിഞ്ഞ ഉടനെ, ഞാൻ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ, പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയാൽ കിട്ടുന്നതിനകത്ത് എന്തെങ്കിലും കൊണ്ട് ഇടവക പള്ളി ഇട്ടിട്ട് ആ കാര്യം മറന്നുപോകും. ജോലി കിട്ടാതെ ഓഫീസ് ഡോറും കയറി ഇറങ്ങി നടക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പറയും, ദൈവമേ, ജോലി കിട്ടിയാൽ ആദ്യത്തെ മാസത്തെ ശമ്പളം നിനക്ക്, ആദ്യത്തെ മാസത്തെ ശമ്പളം നിനക്ക്. സാധാരണ രീതിയിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലി കിട്ടിയാൽ ദൈവത്തെ നമുക്ക് ഓർമ്മയില്ല. അല്ലാതെ കിട്ടുമ്പോൾ നമുക്ക് ദൈവത്തെ ഓർമ്മയുണ്ട്. നമ്മൾ പറയുന്നു, ദൈവമേ, എനിക്ക് ആദ്യത്തെ മാസം കിട്ടുന്നത് ദൈവത്തിന് ഞാൻ ദാനമായി സമർപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും കിട്ടുന്നത്. ജോലി കിട്ടി, 1 മാസമായി, ശമ്പളവും കൈ കിട്ടി. ശമ്പളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കിട്ടിയ ആൾക്ക് വീണ്ടും ഒരു ടെൻഷന്. ആദ്യത്തെ ശമ്പളമല്ലേ, എങ്ങനെയാ ഇത് ദൈവത്തിന് കൊടുക്കുന്നത്? ദൈവമേ, ഈ മാസം ഞാൻ 1000 രൂപ തരാം. കാരണം എൻ്റെ ഫ്രണ്ട്സ് ട്രീറ്റ് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മളത് വിവരിച്ചു കൊടുക്കും, അല്ലേ? നമ്മൾ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുന്നു. ഒരിക്കലും പാടില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇപ്രകാരമാണോ കാഴ്ചകൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്ന്. നിറമനസ്സോടെ എൻ്റെ കയ്യിലുള്ളത് എല്ലാം നമ്മൾ പാടുമല്ലോ, എല്ലാം ദാനമല്ല, ഇതൊന്നും എൻ്റേതല്ല എന്ന്. അങ്ങനെയാണോ? ഇപ്പൊ എൻ്റെ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ പറഞ്ഞ എൻ്റെ വാച്ച് അല്ലേ? പല കാര്യങ്ങളും എൻ്റെ എന്ന് നമ്മൾ പറഞ്ഞ് ആർക്കും കൊടുക്കാതെ വെച്ചേക്കുന്നത്. ഇപ്പൊ ഇത് എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ ഇതെനിക്ക് മമ്മി വാങ്ങിച്ചു തന്നു, ഒന്നെനിക്ക് ഡാഡി വാങ്ങിച്ചു തന്നു, ഒന്നെനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്നു. എന്തിനാണ് ഇത്രയും വാച്ച് വീട്ടില്? ദൈവസന്നിധിയിലോ ആവശ്യക്കാർക്കോ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അബ്രഹാമിന്റെ ബലി അങ്ങനെയാണ് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നത്. കാരണം അബ്രഹാമിനോട് ചോദിച്ചപ്പോൾ അവന് വേറെ ഒരു ചിന്ത മനസ്സിലില്ല. ദൈവം ചോദിച്ചാൽ ഞാൻ കൊടുക്കും എന്നുള്ള ഉറപ്പായ ഒരു ധാരണ അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ബലി ദൈവം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരുക്കമുള്ള മനസ്സോടെ അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതികാലത്തെ അബ്രഹാം എഴുന്നേറ്റു, വിറകും കീറി കഴുതക്കുട്ടിയുമായി യാത്ര തുടങ്ങുന്ന അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. ഇന്ന് അതിരാവിലെ എന്ന് പറയുന്ന ഒരു സമയം കണ്ട് എത്ര പേര് കാണും? ഇന്നത്തെ കൾച്ചർ എന്താണ്? ലേറ്റ് നൈറ്റ് ലേറ്റ് മോർണിംഗ്, ലേറ്റ് നൈറ്റ് ലേറ്റ് മോർണിംഗ്. എത്ര ദിവസം പ്രഭാതം നമ്മൾ കാണുന്നുണ്ട്? ഇന്ന് തിരുമേനി ചോദിച്ചതുപോലെ പ്രഭാത നമസ്കാരം എന്ന് പറയുന്ന ഒരു നമസ്കാരം എത്ര ദിവസമായി നമ്മൾ ചൊല്ലിയിട്ട്? ചിന്തിക്കണം. അബ്രഹാം ബലി അർപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാം അതികാലത്തെ എഴുന്നേൽക്കുന്നു. ദൈവസന്നിധിയിൽ പോകുമ്പോൾ നമ്മൾക്ക് അതികാലത്തെ എഴുന്നേൽക്കാൻ സാധിക്കണം. വീട്ടിലെ പല പ്രശ്നങ്ങളും വരുന്നത് അതികാലത്തെ എഴുന്നേൽക്കൊണ്ടാണ്. 8 മണിക്ക് കൊച്ചിന് സ്കൂളിലോ കോളേജിലോ പോകണമെങ്കിൽ എത്ര മണിക്കാണ് കൊച്ചു എഴുന്നേൽക്കുന്നത്? 7:30. നീ കഴിക്കടാ, നീ കുടിക്കടാ, നീ കുളിക്കടാ, എന്തൊക്കെ വഴക്കാണ് വീട്ടില്. എന്താണ് പ്രശ്നം? ജീവിതം തന്നെ ഒരു ബലിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മാത്രമേ എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അതികാലത്തെ എഴുന്നേറ്റാൽ വീട്ടിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കത്തില്ല. കാരണം എന്താ? പല കാര്യത്തിൽ വേറെയാണ് നമുക്ക് ശ്രദ്ധ. ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ കുറവാണ്. അബ്രഹാമിന്റെ ബലി വേറെ ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതികാലത്തെ എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞു ആദാമും ഹവ്വയോടും, നീ തിന്നുന്ന നാളിൽ മരിക്കും, നീ തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു. ആദാമും ഹവ്വയും അടുത്ത ദിവസം രാവിലെ മരിച്ചായിരുന്നു. തിന്നതിന് ശേഷം മരിച്ചോ? പാപത്താൽ മരിച്ചു. പക്ഷെ അവർക്ക് ജീവനുണ്ടായിരുന്നു. അവര് ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെടുകയും അവിടെ അവർ ജീവിക്കുകയും ചെയ്തു.
അതുപോലെയാണോ നമ്മളും ജീവിക്കുന്നത്? അതുപോലാണോ നമ്മളും ജീവിക്കുന്നത്? കർത്താവ് വ്യക്തമായിട്ട് അതുകൊണ്ടാണ് വിളിച്ചത് നമ്മളെയൊക്കെ വെള്ള പൂശിയ കല്ലറ. എന്താണ്? അകത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന പലതും പുറത്ത് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്നല്ല, മനുഷ്യന് പോലും നമ്മളെ വിളിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മളങ്ങ് സ്പ്രേയും അടിച്ച് ക്രീമും തേച്ച് പൗഡറും ഇട്ട് ഐ ആം പെർഫെക്റ്റ്, എന്നെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മളെ ഭരിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, പാപത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള ഒരു വിളിയും കൂടാണ് ഹാബേലിന്റെ ബലി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നവരാണെങ്കിൽ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഒരു മനുഷ്യൻ റോഡിൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന് മേളിൽ നിൽക്കുന്ന ഒരാൾക്ക് വിളിക്കണമായിരുന്നു. ഒരു കാര്യം ചെയ്തു, മേളിയിൽ നിന്ന് ശ്രദ്ധ ആകർഷിക്കണമല്ലോ. അപ്പൊ മേളിൽ നിന്ന് മനുഷ്യൻ ഒരു 100 രൂപേന്റെ നോട്ട് താഴോട്ടിട്ട് കൊടുത്തു. ഈ നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ, ആഹാ 100 രൂപേന്റെ നോട്ട്, അതെടുത്തിട്ട് പറഞ്ഞു, ദൈവമേ എന്ത് രസം, 100 രൂപേന്റെ നോട്ട് വെറുതെ കിടക്കും. ഇങ്ങോട്ടങ്ങോട്ട് നോക്കി, ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എടുത്ത് പോക്കറ്റിൽ വെച്ചു. അപ്പൊ മേളിയിരുന്ന മനുഷ്യൻ വിചാരിച്ചു 100 രൂപയ്ക്ക് വിലയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്. ആ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ മേളിയിരിക്കുന്ന മനുഷ്യൻ വീണ്ടും ഒരു നോട്ട് ഇട്ടു, 2000 രൂപേന്റെ നോട്ട്. അപ്പോഴും ഇതെടുത്തിട്ട് പറഞ്ഞ്, ആഹാ എന്ത് രസം, ഇന്ന് 2ാമത്തെ പ്രാവശ്യം ആരുമില്ല ചുറ്റുപാടും, എനിക്ക് 2000 രൂപ ലഭിച്ചു. ഇന്ന് രാവിലെ ആരെയാണോ ഞാൻ കണ്ടത്, എന്നും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്തു. 1100 രൂപ ഇപ്പം പോക്കറ്റിൽ ഇരിപ്പുണ്ട്. സന്തോഷം, സമാധാനം. മേളിയിരിക്കുന്ന മനുഷ്യന് ഇന്നാലും ഈ മനുഷ്യനെ ഒന്ന് വിളിക്കണം. മേളിയിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കല്ലെടുത്ത് മേളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു. ആരടാ? പെട്ടെന്ന് തല മേളിലോട്ട് പോയി. പലപ്പോഴും നമ്മൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമാണ് മേളിലോട്ട് നോക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് 100ഉം 1000ഉം 2000ഉം തരുമ്പം പലപ്പോഴും ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുതേ, ദൈവമല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു അടിസ്ഥാനമായിട്ട് മനസ്സിൽ വേണം. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കരുത്, ദൈവത്തെ ഒരു ATM മിഷൻ ആക്കരുത്. ദൈവത്തെ എപ്പോഴും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മുടെ സഹപാഠിയായിട്ടും നമ്മളെ കാക്കുന്ന നാഥനായിട്ടും എപ്പോഴും കൂടെ നടക്കുന്ന ദൈവത്തെ വേണം നമ്മൾ മുറുകെ പിടിക്കാൻ. അതുകൊണ്ട് അബ്രഹാമിന്റെ ബലിയിൽ അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു. നമുക്കും അതികാലത്തെ എഴുന്നേറ്റ് പാപത്തിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേക്കുവാൻ സാധിക്കണം. ബാക്കി പറയുന്നത്, അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു, വിറക് കീറി, കഴുതയെ വിളിച്ചു, ബാല്യക്കാരെ വിളിച്ചു, തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ വിളിച്ച് അവർ യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാണ് അവരുടെ യാത്ര? മൊറിയ എന്ന് പറയുന്ന ദേശത്തിലേക്ക്, മൊറിയ മലയിലേക്കുള്ള യാത്രയാണ് അബ്രഹാം ചെയ്യുന്നത്. അബ്രഹാം ഇവരോട് കൂടെ യാത്ര ചെയ്യുകയാണ്. 3 ദിവസത്തിന് ശേഷം ദൂരെ മൊറിയ മല കണ്ടിട്ട് അബ്രഹാം പറയുന്നു, ബാല്യക്കാരോടും കഴുതനോടും പറയുന്നു, നിങ്ങൾ ഇവിടെ നിക്ക്, ഞാനും എൻ്റെ മകനും പോയി യാഗമർപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്നു. ഞാനും എൻ്റെ മകനും പോയി യാഗമർപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്ന് അബ്രഹാം പറയുന്നു. അബ്രഹാം മണ്ടനല്ലേ? അബ്രഹാം ഒരു മണ്ടനല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഒരു സഹായമോ ഒരു ജോലി എന്തെങ്കിലും ചെയ്തു തരുന്ന ആളെ നമ്മൾ പിരിച്ചു വിടുവോ? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിരിച്ചു വിടുവോ? വേണമെങ്കിൽ നമ്മളൊരു 100 രൂപയും കൂടെ കൊടുത്തിട്ട് മോളിവിടെ നിക്കടി എന്ന് നമ്മൾ പറയും, അല്ലേ? നമ്മുടെ ഓഫീസിലും ജോലി സ്ഥലത്തും ഒക്കെ നല്ലപോലെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുത്തിട്ട് നമ്മൾ പറയും, എൻ്റെ കൂടെ ജോലി ചെയ്തോന്ന്. അബ്രഹാം ഇവിടെ ഒരു മണ്ടത്തരം കാണിക്കുന്നു. ബാല്യക്കാരോടും കഴുതയനോടും നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറയുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വേണ്ട എന്ന് പറയാൻ സാധിക്കണം പല കാര്യത്തോടും. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, നമുക്കത് വിട്ടുപോകാൻ ഇഷ്ടമല്ല. കംഫർട്ട് സോണിനകത്ത് നിന്നാൽ നമുക്കെല്ലാം സന്തോഷവും സമാധാനവുമാണ്. പക്ഷെ അത് വിട്ടുപോകാൻ നമുക്ക്
ഇഷ്ടമല്ല. അബ്രഹാം ഇവിടെ കംഫർട്ട് സോണിനോട് നോ പറയുന്നു. ബാല്യക്കാര് ഈ വിറകെല്ലാം ചുമന്നുകൊണ്ട് വന്നേനെ, പക്ഷെ പറയുന്നു വേണ്ട, നിങ്ങളിവിടെ നിൽക്ക്, ഞാനും എൻ്റെ മകനും പോയി യാഗമർപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്നു. നമുക്കും വേണ്ട എന്ന് പറഞ്ഞു പഠിക്കണം. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നവർ ചിന്തിച്ചേ, ഒരു ദിവസം വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും എത്ര മണിക്കൂർ ഉപയോഗിക്കും? എങ്ങനെ പോയാലും ഒരു 3-4 മണിക്കൂറാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ മാത്രമല്ല പ്രായമായവരും ഉപയോഗിക്കുന്നത്. അതിനോട് വേണ്ട പറയാൻ സാധിക്കുമോ? ഇന്ന് രാവിലെ തിരുമേനി പറഞ്ഞു പ്രാർത്ഥനകൾ വീട്ടിലില്ല. കാരണം എന്താ? വീട്ടിലൊരു ചെറിയ സാധനം ഇരിപ്പുണ്ട്, ചെറുതല്ല, കുറച്ച് വലുതാ, ഇപ്പൊ എല്ലാം ഭിത്തിയെ ഒട്ടിച്ചു വെച്ചേക്കുവാ. എന്തുവാ? ഫ്ലാറ്റ് സ്ക്രീൻ TV അല്ലേ? ഫ്ലാറ്റ് അല്ല. അതിനകത്ത് സമയം മാറുമ്പം നമ്മുടെ പ്രാർത്ഥനാ സമയവും മാറും. അതിനകത്ത് സീരിയൽ ഉണ്ടെങ്കിൽ നമുക്കത് കാണണം, അതിനകത്ത് കോമഡി ഷോ ഉണ്ടെങ്കിൽ നമുക്കത് കാണണം. പ്രാർത്ഥന പിന്നെ വേണമെങ്കിൽ ആവാം, പക്ഷേ ഇത് പിന്നെ ആവത്തില്ല. പല വീടുകളുടെയും പ്രശ്നം ഇതാണ്. പല വീടുകളുടെയും പ്രശ്നം, മക്കള് ചിലപ്പോൾ ട്യൂഷന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ പറയും, എടാ ടേബിളിന്റെ മേളിൽ എന്തോ ഇരിപ്പുണ്ട്, നീ എടുത്ത് കഴിച്ചോ. ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ച് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമോ ചായ ഇട്ട് കൊടുക്കുമ്പോ പറയും, ഈ ചായ കുറച്ച് നീക്കി കേട്ടോ, ഇപ്പൊ തീരുവാ സീരിയൽ. അല്ലെങ്കിൽ പറയും, ഇപ്പൊ പരസ്യം വരും, ഞാൻ ആ സമയത്ത് ചെയ്തു തരാമെന്ന്. വേണ്ട പറയാൻ സാധിക്കണം. ഈ സീരിയൽ കണ്ടില്ലെങ്കിൽ എന്ത് പറ്റും? വാട്സപ്പിൽ വരുന്ന 100-150 മെസ്സേജ് വായിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? പക്ഷെ ഇതിനോടൊന്നും നമുക്ക് വേണ്ട പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് വേണ്ട എവിടെ പറയാൻ സാധിക്കുന്നോ അന്നാണ് നമ്മൾ ക്രിസ്ത്യാനികളാവുന്നത്. പിശാശ് വന്ന് ദൈവത്തോട് ചോദിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ഇതിനെ മേളിൽ നിന്ന് താഴോട്ട് ചാടിക്കോളാൻ പറഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ഈ കല്ല് മുഴുവനും അപ്പമാക്കിയോളാൻ പറഞ്ഞു. വീണ്ടും ദേവാലയത്തിന് മുകളിൽ നിന്നിട്ട് കാണിക്കുന്നു, ഇതെല്ലാം എന്റേതാണ്, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. നമുക്ക് ഈ കാണുന്ന എല്ലാം നമ്മുടെയാണെങ്കിൽ നമ്മൾ ആരെ ആരാധിക്കുന്നേ? ചിന്തിച്ച്. ഇതെല്ലാം കാണുന്നത് പിശാച് ദൈവത്തിന്റെ ഏറ്റവും മേളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഈ കാണുന്നതെല്ലാം ആരുടെയാണ്? എന്റെയാണ്. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരുമെന്ന്. നമ്മളും പലപ്പോഴും പറയത്തില്ല, ഈ കാണുന്നതെല്ലാം എന്റെയാ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കൂടെയാണോ പിശാചിന്റെ കൂടെയാണോ? ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വേർവിട്ട ജീവിതമാണ്. ഒരു നമ്മൾ ചിന്തിക്കുകയോ കാണുകയോ എന്നും ചെയ്യുന്ന പോലെ ജീവിക്കാൻ ഒരു രീതിയല്ല. ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. പലരും സഞ്ചരിക്കാത്ത വഴി കൂടെ സഞ്ചരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കത്തില്ല. ദൈവം പിശാചിനോട് പറഞ്ഞതുപോലെ, നോ, വേണ്ട, നിന്റെ ദൈവമായ കർത്താവെ നീ പരീക്ഷിക്കരുത്. അതുപോലെ നമുക്ക് അബ്രഹാമും അതുപോലാണ് പറയുന്നത്, വേണ്ട, നോ. പലപ്പോഴും ജീവിതത്തിൽ യുവാക്കളുണ്ടെങ്കിൽ, യുവക്കന്മാർ, കോളേജിലൊക്കെ പഠിക്കുന്നവർ, ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ വേണ്ട പറഞ്ഞാൽ അവൾ എന്ത് ചിന്തിക്കും, അവൻ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചാണ് ഈ എസ് പറയുന്നത്. നോ പറയാൻ പഠിക്കണം ജീവിതത്തിൽ. ഇതൊന്നും നല്ലതല്ല, ഇതൊന്നും ജീവിതത്തിൽ പാടില്ല എന്നല്ല ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം എസ് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൂടെയാണോ പിശാചിന്റെ കൂടെയാണോ എന്ന് ചിന്തിക്കണം. അത്രയും ചിന്തിച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ചുവടുവെക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം കാണുന്നതൊന്നും എന്റേതല്ല, കാണുന്നതൊന്നും എന്റേതല്ല. പക്ഷേ പിശാച് വന്ന് പറയും, ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? പഴം കാണുവാൻ നല്ലതായിരുന്നു, അല്ലേ? പഴം കാണുവാൻ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് പിശാച് വന്ന് പറഞ്ഞപ്പോൾ ഹവ്വ സന്തോഷപൂർവ്വം അത് എടുക്കുന്നത്. പാമ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കല്ലെടുക്കും, കമ്പെടുക്കും, അല്ലേ? ഹവ്വയോട് വന്ന് പാമ്പ് പറഞ്ഞപ്പോൾ ഹവ്വ കേൾക്കണമെങ്കിൽ എന്ത് മനോഹരമായ ഒരു ജീവിയായിരിക്കണം ഈ പാമ്പ്. ദൈവത്തിന്റെ കോപം മൂലമല്ലേ അങ്ങനെ ആയിത്തീർന്നത്? നമ്മളും
ദൈവകോപം ലഭിച്ചവരാണോ? നമുക്ക് ദൈവം തന്ന നല്ല സ്വരൂപം, വീണ്ടും ജനനം മൂലം ദൈവം തന്ന നാശമില്ലാത്ത അങ്കി നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വേണ്ട എന്ന് പറയാൻ സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക്, ഞാൻ പറഞ്ഞ പോലെ, ചവിട്ടുപടികൾ വെക്കുവാൻ സാധിക്കത്തുള്ളൂ. ലോകം, മോഹം ഇതെല്ലാം തരും, പക്ഷേ നോ, വേണ്ട പറയാൻ പഠിക്കണം. അതുകൊണ്ട് അടുത്ത കാര്യം ഈ അബ്രഹാമിന്റെ ബലി നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ വേണ്ട എന്ന് പറയാൻ പഠിക്കണം. പക്ഷേ പലപ്പോഴും നമുക്കത് സാധിക്കത്തില്ല. 22-ാം അധ്യായം 6-ാം വാക്യം വീണ്ടും പറയുന്നു, അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് വിറക് എടുപ്പിച്ചു, തീയും കത്തിയും എടുത്തു, അവര് ഒരുമിച്ച് നടന്നു. അബ്രഹാമൻ ഇസഹാക്കിന്റെ തോളിൽ വെച്ച് കൊടുക്കുന്ന വിറക്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ തോളിൽ എത്ര ഭാരങ്ങളാണ് മാതാപിതാക്കൾ വെച്ചു കൊടുക്കുന്നത്? സ്കൂളിൽ പണ്ടൊക്കെ നടന്നു പോവായിരുന്നു, സൈക്കിളിൽ പോവായിരുന്നു. ഇന്ന് സ്കൂളിൽ പോകണമെങ്കിൽ 8ാം ക്ലാസ് ആയ ആങ്കൊച്ചിന്റെ ആവശ്യമാണ്, ഡിമാൻഡ്, എനിക്ക് ബൈക്ക് വേണം, എനിക്ക് ബൈക്ക് വേണം. 8ൽ തുടങ്ങി 10 കഴിയുമ്പോഴത്തേക്ക് നിർബന്ധമാണ്, ഞാൻ കോളേജിൽ പഠിക്കണമെങ്കിൽ ആദ്യം മമ്മി ഡാഡി എനിക്ക് ബൈക്ക് വാങ്ങിച്ചതാ. ഈ ബൈക്ക് എന്ന് പറയുന്നത് സാധാരണ ബൈക്കൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് എന്തുവാണ് വേണ്ടത്? ബുള്ളറ്റ് വേണം, പൾസർ വേണം, അവരുടേതായ ഓരോരോ ആഗ്രഹങ്ങളാണ്. ഇത് മാതാപിതാക്കൾ വേണ്ട പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പല ആവശ്യമില്ലായ്മയിലും നമ്മൾ എസ് പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇന്നത്തെ മാതാപിതാക്കൾ കൊടുക്കുന്നത്? എല്ലാം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ്. ഐഫോണ്, ഐപാഡ്, ലാപ്ടോപ്പ്. ഇതുമൂലം ഈ കുഞ്ഞുങ്ങളിൽ വരുന്ന നാശം മാതാപിതാക്കൾ ചിന്തിക്കുന്നില്ല. ഈ അബ്രഹാമിന്റെ ബലി മുന്നോട്ട് വായിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാൻ സാധിക്കും, ഇങ്ങനെ വേണ്ട എന്ന് പറയാൻ സാധിക്കാത്തോണ്ട് എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന്. അബ്രഹാം വേണ്ട എന്ന് പറയുന്നു, തന്റെ മകനെയും കൊണ്ട് തന്നെ വിറകെടുപ്പിക്കുന്നു. ഇന്ന് പറയും, ഓ, അവരുടെ ദേഹത്തെ ചെളിയാവും. മാതാപിതാക്കൾ കഷ്ടപ്പെട്ടത് ഒരിക്കലും മക്കളെ പഠിപ്പിക്കുന്നില്ല. അത് അവരെ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇന്നും നിർത്തുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് 2 വീട്ടിലേക്കും പോകുന്നത്. സാധാരണ കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത്, ഇപ്പൊ 2 വീട്ടിലേക്കും പോകും. കാരണം എന്തുവാ? ഇന്നത്തെ പെണ്ണും പറയും, ഐ ആം ലേൺഡ്, ഞാൻ പഠിച്ചവളാ, ഞാൻ കിച്ചണിൽ കിടക്കാൻ വന്നവളല്ല, അല്ലേ? ഞാൻ ചുമ്മാതല്ല, എന്റെ അപ്പൻ എന്നെ പൈസ കൊടുത്ത് കോളേജിൽ വിട്ട് പഠിപ്പിച്ചത്. ഞാൻ നിനക്ക് ആഹാരം വെച്ച് തരാൻ വന്ന് വേലക്കാരി അല്ല. വേലക്കാരിനെ വേണം നീ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ പോരായിരുന്നോ? വൈ ഡിഡ് യു മാരി മീ? എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? അതിന് ലോകം മാറിയിരിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അവർക്ക് വേണ്ടതുപോലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അവർക്ക് ആഹാരം വെക്കുവാൻ അറിയത്തില്ല. ഇന്നൊക്കെ വലിയ കാര്യമാണ്. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ചോറും കറിയൊക്കെ വെക്കാൻ, ഓ ഇല്ല അച്ഛാ, വല്ല ചായ ഓംപ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം, ചോറും കൂട്ടാനൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇതെല്ലാം ഒരു എന്താ പറയുന്ന ഒരു യോ എന്നൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഇതില്ലാതെ എങ്ങനെയാ ജീവിക്കുന്നേ? മാതാപിതാക്കൾ പിന്നെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു വിടുന്നത്? ഇതെല്ലാം കാണുകയും കേൾക്കുകയും വീട്ടിൽ ചെയ്യുന്നതാണ് അവര് വെളിയിലും വന്ന് കാണിക്കുന്നത്. ചില വീടുകളിൽ നല്ല ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാർക്ക് നല്ലതാണ്. കാരണം അവര് കിച്ചണിൽ കയറിയോ അവര് ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കും. ചില വീട്ടിൽ ഐ എം ദ ബോസ്, ഞാൻ വീട്ടിന്റെ അധികാരിയാണ്, ഞാൻ കഷ്ടപ്പെട്ടോണ്ട് വരുന്നതേ നിനക്കിവിടെ ജോലി ചെയ്യാനാ. നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം ഇല്ല, നമുക്ക് വിട്ടുകൊടുക്കുവാൻ നമുക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. വിട്ടുകൊടുക്കലാണ് ജീവിതം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തെറ്റും കുറ്റമില്ലാത്ത ആരുമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചോണ്ട് പറയും,
നീ ചെയ്തത് തെറ്റ്, നീ ചെയ്തത് തെറ്റ്. പക്ഷെ കർത്താവ് പറയുന്നു, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. പക്ഷേ പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയും കൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഭാരം അവരെയും കൊണ്ട് എടുപ്പിക്കണമെന്നും കൂടെ അബ്രഹാമിന്റെ ബലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ കാണാത്ത പല ഗുണങ്ങളും അബ്രഹാമിന്റെ ബലിയിൽ വേറെയും കാണാം. ഇവിടെ പറയുന്നു, അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് വിറകെടുപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം തീയും കത്തിയും അബ്രഹാം എടുക്കുന്നു, അവര് ഒരുമിച്ച് നടന്നു എന്ന്. അബ്രഹാമിന്റെ മനസ്സിലെ എന്തുമായിരിക്കും ടെൻഷൻ? ഇന്ന് എല്ലാവർക്കും ഉള്ള, എവിടെ പോയാലും എങ്ങനെയുണ്ട് ജീവിതം? ഓ, ഭയങ്കര ടെൻഷനാ. ആരോട് ചോദിച്ചാലും ഇന്ന് പറയുന്ന, എത്ര വയസ്സായവരോടും ചോദിച്ചാലും പിഞ്ചു കുഞ്ഞിനോട് ചോദിച്ചാലും എങ്ങനെയുണ്ട് ജീവിതം? ഓ, ഭയങ്കര ടെൻഷനാണോ. എന്തുവാ ഈ ടെൻഷൻ? എന്തുവാണ് ഈ സ്ട്രെസ്? ഇവിടെ അബ്രഹാമിന്റെ മനസ്സിൽ തന്റെ ഭാര്യയോട് പോലും ഇത് പങ്കുവെച്ചിട്ടില്ല. തന്റെ ഏകജാതനായ മകനെ ബലി അർപ്പിക്കാൻ പോവുകയാണ്. അബ്രഹാമിന്റെ മനസ്സിലെ വേദന എത്രയായിരിക്കും? സ്കൂളിലോ കോളേജിലോ പോയിട്ട് തിരിച്ചു വരുന്ന കുഞ്ഞ് വീട്ടിൽ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പനും അമ്മയും അങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാലേ ചില വീടുകളിൽ എന്തുണ്ടാവും? പൊട്ടിത്തെറികൾ ഉണ്ടാവും. എന്താണ് കാരണം? എടാ, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതല്ലേ. ഇവിടെ അബ്രഹാമിന് ഭയങ്കര ടെൻഷനാ മനസ്സില്. തന്റെ ഏകജാതനായ മകനെ ബലിയർപ്പിക്കാൻ പോവുകയാണ്. ഭാര്യയോട് പറഞ്ഞിട്ടില്ല. തിരിച്ചു പോകുമ്പോ എന്തായി തീരും? ഇതെല്ലാം അബ്രഹാമിന്റെ മനസ്സിൽ തിളച്ച് മറിയുകയാണ്. ഇന്നാലും തന്റെ മകനോട് ഒരുമിച്ച് നടക്കുന്നു. പക്ഷേ ഇന്നത്തെ ഭവനങ്ങളിൽ അത് സാധിക്കുന്നില്ല. എന്താണ് സാധിക്കാത്തത്? എന്താണ് ഇന്നത്തെ വീടുകളിൽ ഇതൊക്കെ സാധിക്കാൻ പറ്റാത്തത്? ഇപ്പൊ ക്രിസ്മസ് ഒക്കെ തീർന്നതല്ലേ? അമ്മമാരും വീട്ടിലുള്ളവരും ഒക്കെ ചിന്തിച്ചു നോക്കിയേ. വർഷങ്ങൾക്ക് മുമ്പേ ക്രിസ്മസ് ഈ വർഷം നമ്മൾ ആചരിച്ചതുപോലെയാണോ ക്രിസ്മസ് ആചരിച്ചത്? ഒരു 10-15 വർഷം പിന്നാലെ പോയേ. നമ്മുടെ അയൽവാസികൾക്ക് നമ്മൾ എന്താണ് കൊടുത്തത്? എന്തെങ്കിലും കൊടുത്തോ? മക്കൾക്ക് എന്താണ് കൊടുത്തത്? പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ അച്ചപ്പം, കുഴലപ്പം, കേക്ക് ഇതൊക്കെ ഉണ്ടാക്കും അല്ലേ? ഈ ക്രിസ്മസിന് ആരെങ്കിലും ഉണ്ടാക്കിയോ? ഈ ക്രിസ്മസിന് മാതാപിതാക്കൾ ആരെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയോ? പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ചിലപ്പോൾ അച്ചപ്പം ഇങ്ങനെ ഈ ഇതിനകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞൊക്കെ പോവും. പോട്ടെ. ഇന്ന് മാതാപിതാക്കൾ എന്ത് ചെയ്തു? എന്തുണ്ട് കയ്യില്? പൈസയുണ്ട്. അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ട് ഒരു വലിയ കൊട്ടയ്ക്കകത്ത് കുറെ സാധനങ്ങൾ വാരിയിട്ട് വീട്ടിൽ കൊണ്ട് ഡംപ് ചെയ്തു. വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് പറഞ്ഞ്, ഇതാണ് ക്രിസ്മസിന് ഇന്ന് ഈ വർഷം ആവശ്യമുള്ള സാധനങ്ങൾ. ആ സ്നേഹമാണ് നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്നത്. ഇന്ന് മക്കളെ കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ചിന്തിക്കുക. ഇന്ന് നിങ്ങൾ കരയാനുള്ള കാരണം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തന്നെ ആയിരിക്കും. സ്നേഹം ഉണ്ടാവണമെങ്കിൽ ത്യാഗം വേണം അല്ലേ? കടയിൽ പോയി 50 രൂപ കൊടുത്ത് 10 അച്ചപ്പം വാങ്ങിച്ചപ്പോൾ എത്ര മിനിറ്റ് എടുത്ത് കാണും? 10 മിനിറ്റ് അല്ലേ? വീടിനടുത്തൊക്കെ ബേക്കറി ഉണ്ടെങ്കിൽ എത്ര മിനിറ്റ് എടുത്ത് കാണും? 10 മിനിറ്റ്. പക്ഷെ അത് വീട്ടിലുണ്ടാക്കണമെങ്കിലോ ഒരു സന്ധ്യ മെനക്കെടേണ്ടി വന്നേനെ അല്ലേ? ക്രിസ്മസിന് പോലും ഇന്നൊക്കെ ഓർഡറാ. ബിരിയാണി ആവട്ടെ, ചോറാവട്ടെ, എല്ലാം അല്ലേ, ഓൾ ഇസ് റെഡിമെയ്ഡ്. അതുകൊണ്ടാണ് റെഡിമെയ്ഡ് സ്നേഹവും നമ്മുടെ കുഞ്ഞുങ്ങൾ തരുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം എന്താ മമ്മി, എന്താ ഡാഡി, അല്ലെങ്കിൽ എന്താ അപ്പ, എന്താ അമ്മ. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യം കഴിയുമ്പോൾ പോമേ, എനിക്ക് വേണ്ടമേ, വയ്യമേ. പാക്കറ്റ് സ്നേഹമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നമുക്ക് അവർക്ക് കൊടുക്കുവാൻ നിർമ്മലമായ സ്നേഹം ഇല്ല. നമ്മൾ അങ്ങനെ മാറിപ്പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ചെറിയ ഉദാഹരണം ചിന്തിച്ചാൽ മതി. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്താണ് കൊടുക്കുന്നത്? വരുന്ന ഉടനെ കുഞ്ഞുങ്ങൾ ചോദിക്കുമായിരിക്കും, എന്താ വേണ്ടേ? മാഗി, ലേസ്. ലേസിന്റെ ഗുണം അറിയാലോ അല്ലെ? പാക്കറ്റ് ഇങ്ങനെ വീർത്തിരിക്കുക, അത് തുറന്നാൽ ഒന്നുമില്ല. അതുപോലെ ഇന്നത്തെ സ്നേഹവും. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ വരുമ്പം ഇലയപ്പമുണ്ട്, കോഴിക്കട്ടയുണ്ട്, പഴംപൂരിയുണ്ട്, എന്തൊക്കെയുണ്ട്. ഇന്ന് ഇതൊന്നുമില്ല.
ഇന്ന് ഇതൊന്നുമില്ല. ഉള്ള വീടുകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. സമയമില്ലെന്ന് നമ്മൾ പലപ്പോഴും പറയും. എന്തിനാണ് പിന്നെ നമ്മൾ ഈ ഓടുന്നത്? എന്തിനാണ് ഓടുന്നത്? ഒരു പാവപ്പെട്ട മനുഷ്യനോട് ഒരു ധനവാനായ മനുഷ്യൻ പറഞ്ഞു, നീ എൻ്റെ സ്ഥലത്തൂടെ നടന്നോ, നീ എത്ര വേണമെങ്കിലും നടന്നോ, സന്ധ്യയാകുമ്പോൾ തിരിച്ചു വരണം. നീ എത്ര ദൂരം പോകുന്നോ അത്രയും നിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് വളരെ സന്തോഷമായി. കാരണം ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത മനുഷ്യൻ, ഈ ധനവാനായ മനുഷ്യൻ പറയുന്നു, നീ എത്ര വേണമെങ്കിലും നടന്നോ, നീ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ നീ അവിടെ ഒരു മുദ്ര ഇട്ടിട്ട് വന്നാൽ മതി, അവിടം വരെ എന്റെയാന്ന്, അത് നിനക്ക് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിൽ പോയി വളരെ സന്തോഷത്തോടെ നല്ല ആഹാരമെല്ലാം കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം അബ്രഹാം ചെയ്തതുപോലെ എന്ത് ചെയ്തെന്നറിയുമോ? രാവിലെ എഴുന്നേറ്റു. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ദൗത്യം മനസ്സിൽ കിടക്കുന്നോണ്ട് രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് ഓട്ടം തുടങ്ങി. നടക്കുവല്ല, ഓടുക. എന്തിനാ? കുറച്ചുകൂടെ കിട്ടാൻ. ഞാൻ നടന്നു പോയാൽ ചിലപ്പോൾ ഇത്ര എത്തത്തുള്ളായിരിക്കും, പക്ഷെ ഓടിയാൽ എനിക്ക് അങ്ങ് വരെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ ഓടി. യജമാനൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ ദാസൻ എപ്പം തിരികെ വരുമെന്ന്. സന്ധ്യയായി, രാത്രിയായി, കാണുന്നില്ല. ആളെ വിട്ടപ്പോൾ ഉണ്ട്, അകലേതോ മരിച്ചു കിടക്കുന്നു. കാരണം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഓടുവാണ്. എന്തിനാണ്? ഭൂമി പിടിച്ച് എടുക്കാൻ. കഴിച്ചില്ല, കുടിച്ചില്ല, വിശ്രമിച്ചില്ല, മരിച്ചുപോയി. നമ്മളും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, വിശ്രമിക്കുന്നില്ല, ഓടുക. എങ്ങോട്ടാണ് ഓടുന്നത്? എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ഒന്നിനും ഉത്തരവില്ല. എന്നാലും നമ്മൾ ഓടുക. രാവിലെ മുതൽ അധ്വാനിക്കുന്നു. കർത്താവ് പറയുന്നു, നീ രാവിലെ മുതൽ അന്ത്യ വരെ കഷ്ടപ്പെട്ടാലും ഞാൻ തന്നതല്ല നിനക്ക് ഒന്നുമില്ല. പക്ഷെ നമുക്കിതൊന്നും കേട്ടിട്ട് തലയിലോട്ട് കേറത്തില്ല. നമ്മള് ഓടുക. എങ്ങോട്ടെന്നറിയാതെ, എന്തിനെന്നറിയാതെ നമ്മൾ ഓടുകയാണ്. ഇന്നത്തെ കുടുംബങ്ങളും ഇതുപോലെയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടുവാണ്. പക്ഷെ എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനൊരു ഉത്തരമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ വീടുകളിൽ നമുക്ക് സമാധാനം ഇല്ലാതായി പോകുന്നത്. അബ്രഹാം തന്റെ മകന്റെ കൈക്ക് പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന യാത്ര കാണുമ്പോൾ നമുക്കും ചിന്തിക്കണം, നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുമെന്ന്. ഒരു 3 മാസം മുമ്പേ ഒരു സംഭവം നടന്നത് എൻ്റെ അടുക്കൽ ഒരു കുട്ടി പറയുകയുണ്ടായി. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ആണോ? അല്ല, ഫേസ്ബുക്ക് അല്ലേ? മോസ്റ്റ് ഓഫ് ദ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അതൊന്നും ഇല്ലാതെ എന്ത് ജീവിതം? കാരണം പാട്ട് തന്നെ ഉണ്ടല്ലോ, ഗേൾ ഫ്രണ്ടില്ല വാഴിക്ക് വേസ്റ്റ് അല്ലവാ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഇത്. ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ബോയ് ഫ്രണ്ടിന് ഈ പെണ്ണിനെ താല്പര്യമില്ലെങ്കിൽ വിട്ടിട്ട് പോകണ്ടേ? അങ്ങനെ ചെയ്തില്ല. ഈ പെണ്ണിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഈ പെണ്ണിന്റെ പാസ്വേഡും ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും. പെങ്കൊച്ചല്ലേ, എന്ത് ചെയ്യാനാ? ചെയ്യല്ലേടാ എന്ന് പറഞ്ഞു. പക്ഷെ എവിടെ കേൾക്കാനാ? പേടിച്ച് വിറച്ച് കഴിയുകയാണ് ഈ പെങ്കൊച്ച്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ കുട്ടീനോട് ചോദിച്ചു, ആ പെണ്ണിനോട് പറയുന്ന സൈബർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. അപ്പൊ പറഞ്ഞു, അവൾ എപ്പോഴേ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ദ പ്രോബ്ലം? കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞില്ലേ, അവര് നോക്കിക്കോളും. അപ്പൊ പറഞ്ഞു, ആദ്യം സൈബർ പോലീസ് ചോദിച്ച ചോദ്യമാണ്, നിന്റെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? നിന്റെ മാതാപിതാക്കൾക്ക് ഈ സംഭവത്തെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അറിയത്തില്ല, അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിക്കുന്നത് എന്ന്. പിന്നെ ശല്യം ചെറുക്കനിൽ നിന്ന് മാത്രമല്ലായിരുന്നു, ഇവരിൽ നിന്നും ശല്യം തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കേണ്ട മാതാപിതാക്കൾ എവിടെ പോകുന്നു? എങ്ങോട്ട് ഓടുന്നു? കുരിശിന്റെ ചുവട്ടിൽ കന്യകമറിയാം നിപ്പുണ്ട്. നമ്മളെല്ലാം
നിർത്തിയിടരുതേ മാതാവ് എന്നും ഭാഗ്യവതി എന്നും എല്ലാം പുകഴ്ത്തുന്ന ദൈവമാതാവ് തന്റെ മകൻ ഒരു കള്ളനെ പോലെ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൊട്ടേ അപ്പുറത്ത് നിപ്പോണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കുവോ? നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ പറയും, യെസ്, ഇവൻ എന്റെ മോൻ, ഇവൻ എന്റെ മോൾ. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. സ്വന്തം മോനാണ്, സ്വന്തം മോളാന്ന് പോലും പറയാൻ മടിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപോലല്ല ദൈവം കഴിവുകൾ കൊടുത്തേക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ താലന്തായിരിക്കും കൊടുത്തേക്കുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ അറിയാലോ, ഒരാൾക്ക് 5, ഒരാൾക്ക് 3, ഒരാൾക്ക് 1 കൊടുത്തത്. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്നത്? എന്തിനാണ് ഈ നെട്ടോട്ടം ഓടുന്നത്? ചിന്തിക്കേണ്ടതാണ്. മാതാവ് തന്റെ മകൻ നിന്ദിതനായി കുരിശിൽ തൂങ്ങിയപ്പോഴും കൂടെ നിപ്പുണ്ടായിരുന്നു. മാതാപിതാക്കൾ മക്കളുടെ കൂടെ ഏതവസ്ഥയിലും നിൽക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ പല സംഭവങ്ങളും നമ്മുടെ പെൺകുഞ്ഞുങ്ങളും അമ്മമാരും കുഞ്ഞുങ്ങളും നേരിടേണ്ടി വരും. കൂടെ നിൽക്കുവാൻ ആളില്ലാതായി പോകുന്നു. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും ഇവിടെ കൈക്ക് പിടിച്ച് കൂടെ നടക്കുന്ന അബ്രഹാമിനെ കാണുമ്പോൾ ചിന്തിക്കണം, എൻ്റെ മോളോട്, എൻ്റെ മോനോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട് എത്ര സ്നേഹമുണ്ട് എനിക്ക്. ചിന്തിക്കണം. പ്രശ്നങ്ങളുണ്ടാവും. കൂടിയിരിക്കുമ്പോൾ ഇമ്പം എന്ന് പറയുന്നതാണ് കുടുംബം. പക്ഷേ നിയന്ത്രണം ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. ചില നിബന്ധനകൾ വെക്കുന്നതാണ് കുടുംബം എന്ന് വിളിക്കുന്നത്. അല്ലാതെ എപ്പോഴും എന്ത് പറഞ്ഞാലും യെസ് പറയുന്നേ അല്ല കുടുംബം. മോനെ പാടില്ല, ഡോണ്ട് ഗോ പറയണം. അതാണ് വീട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വീണ്ടും അവർക്ക് പാട്ടുണ്ട്, ഡാഡി മമ്മി വീട്ടിലില്ല, തടപോടാൻ ആരുമില്ല. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യോയോ സ്റ്റൈലിൽ പാടുന്നത്, ഡാഡി മമ്മി വീട്ടിലില്ല, തടപോടാൻ ആരുമില്ല. എന്ത് ചെയ്യും നമ്മുടെ മാതാപിതാക്കൾ? നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുമ്പോൾ അവരെ കൈക്ക് പിടിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട മാതാപിതാക്കൾ എന്ത് ചെയ്യേ? കണ്ണുനീരിന്റെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. പലപ്പോഴും നമ്മൾ പറയുമായിരിക്കുന്ന എത്ര കരഞ്ഞിട്ടും ശരിയാവുന്നില്ലെന്ന്. പക്ഷേ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിന്റെ കണ്ണുനീര് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാനും അവരെ കൂടെ നിർത്തുവാനും, ഏത് പ്രതിസന്ധി ആവട്ടെ, ഏത് പ്രശ്നങ്ങളാകട്ടെ, അവർക്ക് ക്രിസ്തുവിനുണ്ടായതുപോലെ ഒരു ഉദ്ധാനം ഉണ്ടാകും. പക്ഷേ അവർ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരെ ഒരിക്കലും തള്ളിപ്പറയരുത്. ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയരുത്. കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് പിടിക്കേണ്ട മാതാപിതാക്കൾ ആയിത്തീരണം. ഞാൻ പഠിക്കാൻ അത്രയും നല്ലതൊന്നും അല്ലായിരുന്നു. എക്സാമിന് മുമ്പേ ആണെങ്കിൽ മമ്മി ബെൽറ്റും ചട്ടകവും കൈ കിട്ടുന്ന സകലം എടുത്ത് നിൽക്കും, പഠിക്കടാ പഠിക്കടാ പഠിക്കടാ. പക്ഷേ എക്സാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എൻ്റെ മമ്മി പറയത്തില്ല, നിന്റെ മാർക്ക് വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന്. കുഴപ്പമില്ല മോനെ, നീ എഴുതിയിട്ടുണ്ട്, ബാക്കി ദൈവം കാത്തുകൊള്ളുമെന്ന് ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമുക്ക് മക്കൾക്ക്. അല്ലാതെ നിന്റെ മാർക്ക് ഇങ്ങോട്ട് വരട്ടെ, ബാക്കി ഇനിയും അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന്. അബ്രഹാമിന്റെ ബലി നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നത്, കൂടെ നിൽക്കേണ്ട മാതാപിതാക്കൾ കൂടെ നിൽക്കണം. 22-ാം അധ്യായം 7-8 വാക്യം ബാക്കി വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇസഹാക്ക് തന്റെ പിതാവിനോടൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പാ, തീയും വിറകും ഉണ്ട്, അർപ്പിക്കണ്ട കുഞ്ഞാട് എന്തിയേ എന്ന്. അപ്പാ, തീയും വിറകുമുണ്ട്, ദേവാലയത്തിൽ അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കാൻ പോകുന്ന യാഗപീഠത്തിന്റെ യാഗവസ്തു എവിടെയെന്ന് ചോദിക്കുന്നു. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? നമ്മളോട് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് അല്ലെ? ഇവിടെ ചോദിക്കുന്നത് ഒരു നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച്, അത് എന്ത് ചെയ്യുന്നു. നമ്മളായിരുന്നു എന്ത് പറഞ്ഞേനെ? അടങ്ങിയിരുന്നോണം, ഞാനാണ് അപ്പൻ, എനിക്കറിയാം, നീ അപ്പനാകുമ്പം നോക്കിയാൽ മതി. ഇങ്ങനെയാണോ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഉത്തരം പറയുന്നത്? അവര് ചോദിക്കുമ്പോൾ ഇവിടെ അബ്രഹാം നല്ല സൗമ്യമായിട്ട് തിരിച്ച് ഉത്തരം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാധിക്കുമോ? സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോരോ ചോദ്യത്തിന് നമുക്ക് അവർക്ക് നല്ല രീതിയിൽ മറുപടി കൊടുക്കുവാൻ സാധിക്കണം. ചിലപ്പം തലതിരിഞ്ഞ ചോദ്യങ്ങളായിരിക്കും,
നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർ വളർന്നു വരുന്നവരാണ്, അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ്. അവരെപ്രകാരം പെരുമാറണമെന്ന് നമ്മളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് മറുപടി നൽകുവാനും അവരെ കൃത്യവഴിയിൽ നടത്തുവാനും നമുക്ക് സാധിക്കണം. അബ്രഹാം ഇവിടെ മറുപടിയായിട്ട് പറയുന്നത് ദൈവം കരുതിക്കൊള്ളുമെന്ന്. ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള അടിസ്ഥാന വിശ്വാസം തന്റെ മകനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അബ്രഹാം. നമുക്ക് സാധിക്കുമോ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്? ഇപ്പം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് വന്ന് ചോദിക്കുവാണ്, പപ്പ എനിക്കൊരു സൈക്കിൾ വേണം. മാതാപിതാക്കൾ എന്തുത്തരം കൊടുക്കും? ഒന്നീ പറയും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം. അത്രയും പൈസ ഇല്ലെങ്കിൽ പറയും മോനെ അടുത്ത മാസത്തെ ശമ്പളം കിട്ടട്ടെ, ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരുടെ അടുത്ത് മോനെ നീ പോയി ദൈവത്തോട് ചോദിക്കുക എന്ന്? എപ്പോഴെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നീ പോയി ദൈവത്തോട് ചോദിക്ക്, നിനക്ക് ആവശ്യമുള്ളത് ദൈവമാണ് തരുന്നത് എന്ന്? ഇവിടെ അബ്രഹാം തന്റെ മകനെ പഠിപ്പിക്കുകയാണ് ദൈവം കരുതിക്കൊള്ളുമെന്ന്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുവതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നെ ഞാൻ കൈവിടുകയില്ല എന്ന് നമ്മൾ പാടാറുണ്ട്. പക്ഷേ നമ്മൾ പാടിയ ആ ഒരു ഊജറത്തോടെ നമ്മുടെ മക്കൾ പാടുമോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവര് കയറിന്റെ തുഞ്ചം നോക്കുമോ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പോയി കരയുമോ? ഹെസ്കിയാവ് ഒരു രാജാവായിരുന്നു. രാജാവിന്റെ അടുത്ത് ആമോസിന്റെ മകനായ ഏശായ വന്ന് പറയുന്നു, നീ മരിക്കും, നീ മരിക്കുമെന്ന് പറയുമ്പോൾ രാജാവ് എന്താ ചെയ്തെന്നറിയാമോ? അവൻ മുഖം ഭിത്തിയോട് ചേർത്ത് വെച്ച് അവൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് കരയാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ഹൃദയം എത്ര കഠിനമായി തീർന്നിരിക്കുന്നു, നമുക്ക് കരയുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു രാജാവായിരിക്കുന്ന ഹെസ്കിയാവ് താൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ കരയുകയാണ് ദൈവസന്നിധിയിൽ. നമുക്കറിയാം ആ പ്രാർത്ഥന, ആ കരച്ചിൽ ദൈവം കേട്ടു. ഹാഗാറിന്റെ കരച്ചിൽ മരുഭൂമിയിൽ തന്റെ മകൻ മരിക്കാൻ പോകുമ്പോൾ ഹാഗാർ കരയുന്നു, ആ കരച്ചിലും ദൈവം കേട്ടു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം, നിങ്ങൾ കരയുവീൻ, ദൈവം അത് കേൾക്കും. വേറൊരു കാര്യമുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, അല്ലേ? അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് വാങ്ങിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ATM പോലെ എല്ലാം താ 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 എന്നല്ല പഠിപ്പിക്കേണ്ടത്. എന്ത് തന്നാലും അത് നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരണം. വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു കൂട്ടായ്മയിൽ പോകുമ്പോഴല്ല ഉണ്ടാവേണ്ടത്, നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അത് ഉണ്ടാവണം. പലപ്പോഴും ചില അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ബാംഗ്ലൂരിലൊക്കെ പോയ മക്കൾ, നിങ്ങളുടെ മക്കൾ എന്തായി തീരുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ണീരോട് വിതച്ച് വളർത്തിയ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവര് എവിടെ പോയാലും ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നയിച്ച ദൈവം അവരെ കാത്തുകൊള്ളും എന്നുള്ളൊരു വിശ്വാസം മാതാപിതാക്കൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുവാനും ദൈവവിശ്വാസവും ഉണ്ടാവാനും അബ്രഹാമിന്റെ ബലി നമ്മളെ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. ബാക്കി കാണുന്നു, അബ്രഹാം തന്റെ മകനും വിറകും എല്ലാം കൊണ്ട് യാഗപീഠത്തിന്റെ സ്ഥലത്ത് എത്തുന്നു. അവിടെ യാഗത്തിന് വേണ്ടി എല്ലാം അടുക്കി പറക്കി വെക്കുന്നു, വിറകെല്ലാം അടുക്കി പറക്കി വെക്കുന്നു. അബ്രഹാമിന്റെ ബലി നമ്മളോട് പറയുന്നു, ജീവിതം നിന്റെ അടുക്കി പറക്കി ഒരു ചിട്ടില്ലാത്തതാണെങ്കിൽ അത് ഒരു അടുക്കും ചിട്ടയും ഉള്ളത് ആക്കി തീർക്കണം. ആദ്യം പറഞ്ഞ പോലെ അധികാലത്ത് എഴുന്നേക്കണമെങ്കിൽ വേഗം കിടന്ന് ഉറങ്ങണം, ഉറങ്ങിയാൽ മാത്രമേ അധികാലത്തെ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അബ്രഹാമിന്റെ ബലി നമ്മളോട് പറയുന്നു, ജീവിതത്തിൽ ചില അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകണം. അതുകൊണ്ട് അബ്രഹാം വിറകൊക്കെ അടുക്കി തന്റെ മകനെ അതിനകത്ത് ബന്ധിച്ച് കിടത്തുന്നു. ബാല്യക്കാര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ?
3 ദിവസം യാത്ര ചെയ്ത് മൊറിയാമല ദൂരെ കണ്ടപ്പോൾ അബ്രഹാം തന്റെ ബാല്യക്കാരോട് കൂടെ വന്ന 2 ബാല്യക്കാരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുവീൻ, ഞാനും എന്റെ മകനും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാമെന്ന്. ഈ മലയുടെ മുകളിൽ ഇവിടെ യാഗവസ്തു ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന സ്ഥലത്ത് ഇസഹാക്കിനെ ബന്ധിച്ച് കിടത്തിയപ്പോൾ ബാല്യക്കാര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇസഹാക്കിനെ ബലി അർപ്പിക്കാൻ സമ്മതിച്ചേനോ? ഇല്ല. അവർ അബ്രഹാമിനെ പിടിച്ച് കെട്ടിയേനെ. എന്നിട്ട് പറഞ്ഞേനെ, അബ്രഹാമിന് എത്ര വയസ്സാണ്? 100 വയസ്സ് കഴിഞ്ഞു. കാരണം ഇസഹാക്ക് നടക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ അബ്രഹാമിനെ പിടിച്ച് കെട്ടിയിട്ട് പറഞ്ഞേനെ, അബ്രഹാമിന് പ്രായമായി, അബ്രഹാമിന് വട്ടായി കാണും. നമ്മൾ പറയത്തില്ല, കിട്ടാത്തത് കിട്ടുമ്പോൾ ചിലർക്കൊക്കെ ചിലതൊക്കെ ആയി തീരുമെന്ന്. അതുപോലെ 100 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ ഇല്ലാഞ്ഞ അബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുത്തപ്പോൾ അവന് ഭ്രാന്തായി കാണണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൊച്ചിനെ എടുത്തോണ്ട് കൊല്ലാൻ വരുമോ? നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ താഴെ വെക്കത്തില്ല, മേളിലും വെക്കത്തില്ല. 2 ഇടത്ത് വെച്ചാലും പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? അതുകൊണ്ട് വെക്കത്തില്ല. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ പിന്നീടുണ്ടാവും അല്ലേ? അതുകൊണ്ട് അബ്രഹാം ബാല്യക്കാരോട് വേണ്ട എന്ന് പറയേണ്ട സമയത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ അബ്രഹാമിന്റെ ജീവിതം രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നോമ്പും ദൈവം സ്വീകരിക്കണമെങ്കിൽ പല കാര്യത്തോട് നമുക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കണം. അതെപ്പോഴാണെന്നറിയാമോ? ആ സമയത്ത് തന്നെ. ഇവിടെ മലയിൽ കയറി വന്നിട്ട് ബലി അർപ്പിക്കാൻ പോകുമ്പോൾ പോകാൻ പറഞ്ഞാൽ അവർ ചിലപ്പം പോയില്ലായിരിക്കും, അല്ലെങ്കിൽ അവർ അടുത്തൊക്കെ തന്നെ കണ്ടേനെ. 3 ദിവസത്തെ യാത്ര ശേഷം ദൂരെ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. അതുകൊണ്ട് ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് പഠിക്കണം. അതും വേണ്ട എന്ന് പറയേണ്ട സമയത്ത് തന്നെ, അല്ലെങ്കിൽ അത് പ്രശ്നമായി തീരും. പലപ്പോഴും യുവപ്രായത്തിൽ മദ്യപിക്കുവാനും പുകവലിക്കുവാനും ഒക്കെ തുടങ്ങുന്ന യുവാക്കൾ വേണ്ട എന്ന് പറയേണ്ട സമയത്ത് പറയാത്തോണ്ട് ജീവിതം ഒന്ന് തുടങ്ങുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തുടങ്ങുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ മക്കളായി ജോലി നഷ്ടപ്പെട്ടു, ഇതും അതും വളരെ പ്രശ്നങ്ങളാകുമ്പോഴത്തേക്ക് വീണ്ടും മദ്യപാനത്തിലേക്കും പലതരമായ തെറ്റിലേക്കും വീണു പോകുന്നു. കാരണം എന്താ? വേണ്ട എന്ന് പറയേണ്ട സമയത്ത് വേണ്ട എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ വേണ്ട എന്ന് പറയേണ്ട സമയത്ത് വേണ്ട എന്ന് പറയാൻ പഠിക്കണം. എന്നാ മാത്രമേ ദൈവം അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. വിവാഹ ശുശ്രൂഷയിൽ ഒരു നല്ലൊരു ഗാനമുണ്ട്. ആദിമനീതി നേരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ. ദമ്പതികളെ ഇവിടെ നിർത്തിയിട്ട് ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവ എന്ന് പറഞ്ഞ് പാടാറുണ്ട്. ആദ്യം നമ്മൾ ആരെയും കൊണ്ട് തുടങ്ങുന്നേ? ആദിമ മാതാപിതാക്കളായ ആദാമിനെയും ഹൗവിനെയും വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറഞ്ഞ് അവസാനം ആരുടെ പേരാ പറയുന്നേ? ആരുടെ? മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ. യൗസേപ്പ് അപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ കല്യാണത്തിന് യൗസേപ്പിനെ കുറിച്ച് പറയുന്നത്? യൗസേപ്പ് കാരാഗൃഹത്തിൽ കിടന്നു. ഈ വിവാഹ ജീവിതത്തിൽ ഈ ദമ്പതികൾക്കുണ്ടായ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നു, മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ എന്ന്. മിസ്രൈമിൽ എന്താണ് സംഭവിച്ചത്? പോത്തിഫറിന്റെ ഭാര്യ വിളിച്ചു യൗസേപ്പിന്റെ അടുത്ത്, യു കം. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അധികാരത്തിലിരുന്ന വർഗമായിരുന്നു പോത്തിഫറിന്റെ ഭാര്യ. യൗസേപ്പിന് വേണമെങ്കിൽ പോത്തിഫറിനോട് ആവശ്യമുള്ളത് എന്തും ആവായിരുന്നു. പക്ഷേ യൗസേപ്പ് എന്ത് പറഞ്ഞു? വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, ഈ ദമ്പതികൾക്ക് കൊടുത്ത എല്ലാം അനുഗ്രഹം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ദൈവമേ യൗസേപ്പിന് മിസ്രൈമിൽ വെച്ച് വേണ്ട എന്ന് കൊടുക്കുവാനോ വേണ്ട എന്ന് പറയുവാനോ കൊടുത്ത ദൈവാനുഗ്രഹം ഈ ദമ്പതികൾക്കും കൊടുക്കണമേ എന്ന്. വിവാഹം കഴിഞ്ഞവർ ചിന്തിച്ചേ, വിവാഹത്തിന് ശേഷം പാടില്ലാത്തത് ചിന്തിച്ചിട്ടുണ്ടോ? പാടില്ലാത്തത് കണ്ടിട്ടുണ്ടോ? വേണ്ട എന്ന് പറയേണ്ട സമയത്ത് വേണ്ട എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ?
ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പല വീടുകളുടെയും അടിസ്ഥാനം ഇളകാനുള്ള ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നോമ്പും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അബ്രഹാം വേണ്ട എന്ന് പറഞ്ഞതുപോലെ, യോസേപ്പ് മിസ്രൈമിൽ വേണ്ട എന്ന് പറഞ്ഞതുപോലെ, ജീവിതത്തിൽ യാത്രയിൽ വരുന്ന പല സുഖ സൗകര്യങ്ങളോട് നമ്മൾ വേണ്ട എന്ന് പറയാൻ സാധിക്കണം. ആരും കാണത്തില്ലായിരിക്കും, വീടിന് ദൂരെയായിരിക്കും, പക്ഷേ ഇതെല്ലാം കാണാൻ കഴിവുള്ള ദൈവമുണ്ട് എന്ന് വിസ്മരിച്ചു പോകരുത്. ഇതെല്ലാം കാണാൻ കഴിവുള്ള ദൈവം മേളിൽ നിന്ന് നോക്കുന്നുണ്ട്. അതിന് തക്ക ശിക്ഷ ലഭിക്കും. അതെന്റെ കുഞ്ഞുങ്ങളും മക്കളും അനുഭവിക്കണം, എന്റെ വീട്ടുകാരനുഭവിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കും. പല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? ദുബായിലും അങ്ങനെ പല സ്ഥലത്തും നല്ല ജോലിയിൽ ഇരിക്കുന്നവരല്ല, കഷ്ടപ്പെടുന്നവർ എപ്രകാരമാണ് കഷ്ടപ്പെടുന്നത്. ഈ നാട്ടിന്റെ പച്ചപ്പ് ഓർത്ത് അവിടെ കിടന്ന് അവർ കഷ്ടപ്പെടുമ്പോൾ, ഇവിടെ കിടന്ന് സുഖിക്കുമ്പോൾ ചിന്തിക്കണം, ദൈവത്തിന് നിരക്കുന്നതാണോ അത് എന്ന്. അതുകൊണ്ട് അബ്രഹാമിന്റെ ബലി നമ്മളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടണമെങ്കിൽ വേണ്ട എന്ന് പറയേണ്ട സമയത്ത് വേണ്ട എന്ന് പറയണം. ഇപ്രകാരം ചെയ്ത അബ്രഹാമിനെ ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നു. നമ്മൾ എന്തിനാണ് ഈ നോമ്പും പ്രാർത്ഥനയും നോക്കുന്നത്? ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലിയായി അർപ്പിക്കാൻ പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, അബ്രഹാമേ മതി, ഞാൻ നിന്നെ പരീക്ഷിച്ചു നോക്കിയായിരുന്നു. നിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നിന്റെ ഡെഡിക്കേഷൻ ദൈവം കണ്ടിരിക്കുന്നു. ദൈവം നിന്നെ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ ചിന്തിക്കണം, ആദ്യകാലത്തെ എഴുന്നേൽക്കണം, വിശ്വാസം വേണം. വേണ്ട എന്ന് പറയേണ്ട കാര്യത്തിന് വേണ്ട എന്ന് പറയണം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തിരിക്കണം. അബ്രഹാം കണ്ണു തുറന്നു, ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നു. തൻ്റെ മകനായ ഇസഹാക്കിന് പകരമായി ആ ആട്ടിൻകുട്ടിയെ ബലിയായി അർപ്പിക്കുന്നു. അത് തന്നല്ലേ നമുക്ക് വേണ്ടിയും ദൈവം ചെയ്തത്? അത് തന്നല്ലേ നമുക്ക് വേണ്ടി ഗോകുൽത്തായിൽ ദൈവം ചെയ്തത്? നമുക്ക് വേണ്ടി പകരമായി തീർന്നു. നമുക്ക് വേണ്ടി പകരമായി തീർന്നു. ഒരു ബാലൻ തന്റെ പിതാവിനോട് പറഞ്ഞു, അപ്പ ചെയ്യുന്ന ജോലി എനിക്ക് കാണണം എന്ന്. നമ്മളെല്ലാം കുഞ്ഞുങ്ങൾക്കുള്ള നിർബന്ധമാണല്ലോ. അപ്പൻ രാവിലെ ജോലിക്ക് പോകുന്നത്, എവിടാ പോകുന്നതെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അപ്പം അതുപോലെ ഈ കുഞ്ഞും പറഞ്ഞു, അപ്പൻ ഏത് ജോലിയാ ചെയ്യുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിതാവ് ഈ മകനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട മോനെ, നിനക്ക് ലീവ് കിട്ടട്ടെ, ലീവ് കിട്ടുന്ന ദിവസം ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ഇങ്ങനെ കാത്തിരിക്കും. എങ്ങാണ് എൻ്റെ ചേച്ചിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ചിലതൊക്കെ പറയും, ഏതെങ്കിലും ഒരു സമയത്ത് ബർത്ത്ഡേക്ക് എന്തെങ്കിലും തരാം, ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, കുഞ്ഞെ ബർത്ത്ഡേ ആവട്ടെ ഞാൻ തരാമെന്ന് പറയും. ബർത്ത്ഡേ ആകുമ്പോൾ സൂക്ഷ്മമായി വന്ന് ചോദിക്കും, നിധിത്തി എനിക്ക് എന്തോ തരാന്ന് പറഞ്ഞല്ലോ. അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ കുഞ്ഞുങ്ങൾ അത് ഓർത്തിരിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിന് ലീവ് കിട്ടിയപ്പോൾ വന്ന് പറഞ്ഞ, അപ്പാ നാളെ ലീവാണ്, ഞാൻ അപ്പൻ്റെ കൂടെ വരും. അപ്പം പറഞ്ഞു, കുഴപ്പമില്ല പോര്. അപ്പൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു പാലത്തിലായിരുന്നു. പാലം യോജിപ്പാനും ട്രെയിൻ വരുമ്പോൾ അത് യോജിക്കണം, അല്ലാത്ത സമയത്ത് അത് തുറന്നു വെക്കണം. കാരണം ഷിപ്പൊക്കെ പോകുന്ന ഒരു റൂട്ടായിരുന്നു. അതുകൊണ്ട് ഈ പിതാവിന്റെ ജോലി രാവിലെ പോകണം. രാവിലെ ഒരു വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാൻ ഒരു ട്രെയിൻ ഉണ്ട്. അപ്പം ഈ വില്ലേജിലുള്ള ഈ ഗ്രാമത്തിലുള്ള സകലരും ജോലിക്ക് പോകും. എന്നിട്ട് ഈ പാലം തുറന്നു വെക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ജോലി കഴിഞ്ഞ് ഇവരെല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പാലം കൂട്ടി ചേർക്കണം. ഇതായിരുന്നു പിതാവിന്റെ ജോലി. അപ്പം രാവിലെ എഴുന്നേറ്റു, അബ്രഹാമിനെ പോലെ വെള്ളമൊക്കെ എടുത്തു, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ആഹാരമൊക്കെ എടുത്തു. ഇങ്ങനെ സന്തോഷമായിട്ട് തൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര തുടങ്ങി. ജോലി സ്ഥലത്ത് ചെന്നു, മനോഹരമായിട്ട് കാണുന്നു, ആഹാ ട്രെയിൻ പോകുന്ന പാലം ഇങ്ങനെ തുറന്നിരിക്കുന്നു. അപ്പൻ പോയി ഇതാ യോജിക്കുന്നു. സമാസമമായ പാലത്തിൽ കൂടെ ഗ്രാമത്തിൽ നിന്നും ഒരു ഗ്രാമം നിറച്ച് ഒരു 10-20 ബോഗി ആൾക്കാര് നഗരത്തിലേക്ക് ജോലിക്ക് പോകുന്നു. പോയവരെല്ലാം ഈ പിതാവിനെ കണ്ട് ടാറ്റ പറയുന്നുണ്ട്. ട്രെയിനിൽ എന്നും എറണാകുളം വരെയൊക്കെ ജോലിക്ക് പോകുന്നവർക്കറിയാം,
എന്നും കണ്ടുമുട്ടുന്നവർ പല ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കൂട്ടുകാരാവും. പിന്നെ അവരെ വിളിക്കും, എടീ നീ എന്തിയെ, എടാ നിനക്ക് ഞാൻ സീറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ വന്നാ മതി അല്ലേ. അതുകൊണ്ട് ഇതുപോലെ എന്നും കാണുന്നോണ്ട് നല്ല സ്നേഹം പങ്കിടുകയും ചിരിക്കുകയും ടാറ്റ പറയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ട്രെയിൻ കടന്നുപോയി, പിതാവ് പോയി, പാലം തുറന്നു വെച്ചു. ഈ പാലം വീണ്ടും രണ്ടായി. ഉച്ച സമയമായി. ആഹാരമെല്ലാം മകനോട് ഒപ്പം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ നമുക്ക് അല്പസമയം കിടന്നുറങ്ങാം, കാരണം 5 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കണം, നമുക്ക് പാലം സമാസമമാക്കണം, കാരണം ഇപ്പം പാലം തുറന്നിരിക്കുകയാണ്. സമാസമമാക്കിയാൽ മാത്രമേ ആ ട്രെയിൻ നഗരത്തിൽ നിന്ന് തിരിച്ച് പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു, കഴിച്ചു, സുഖമായി കിടന്ന് ഉറങ്ങി. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങളും കിടന്ന് ഉറങ്ങി കഴിഞ്ഞ ശേഷം ചിലപ്പം അവരങ്ങ് പെട്ടെന്ന് എഴുന്നേക്കും. നമ്മൾ കുറച്ചുകൂടെ താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്. ഈ കൊച്ചും അതുപോലെ തന്നെ ചെയ്തു. ഈ കൊച്ച് എഴുന്നേറ്റു. ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് അപ്പൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ, 5 മണിയൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പിടി കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പം വെളിയിലോട്ട് ഇറങ്ങി. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്കറിയാലോ ഇന്നത്തെ കൊച്ചുങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ എന്താ ചെയ്യുന്നതെന്ന്. ഈ കുഞ്ഞ് നോക്കിയപ്പോൾ ദാ ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ മേലോട്ടല്ലേ ഇരിക്കുന്നേ, ഞാനൊന്ന് മേലി വരെ പോയി നോക്കിയിട്ട് തിരിച്ചു വരാമെന്ന്. അതുകൊണ്ട് സന്തോഷപൂർവ്വം ഈ കുഞ്ഞ് ഒരു ട്രാക്കിനെ പിടിച്ച് മേളിലോട്ട് യാത്ര തുടങ്ങി. അപ്പൻ പെട്ടെന്ന് എഴുന്നേറ്റു. സമയം നോക്കിയപ്പോഴുണ്ട് 4:55. 4:55 സമയം. മോനെ എന്ന് വിളിച്ചിട്ട് ചുറ്റുപാടിലൊന്നും അവനെ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അപ്പം വിചാരിച്ചു, ഇവൻ എവിടെ പോയി, എവിടെങ്കിലൊക്കെ കാണും. നമ്മൾ വിചാരിക്കുമല്ലോ, മറിയമും യോസേപ്പും വിചാരിച്ചു യേശു ദേവാലയത്തിൽ പോയപ്പോൾ ആരുടെയെങ്കിലും കൂട്ടത്തിൽ കാണുമായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പിതാവും വിചാരിച്ച് എവിടെങ്കിലും കാണുമായിരിക്കുമെന്ന് വിചാരിച്ചു ഇരുന്നു. 5 മണിയാവാൻ 1 മിനിറ്റ്. മോനെ എന്ന് വിളിച്ചിട്ടും കാണുന്നില്ല. ഈ പിതാവ് പെട്ടെന്ന്, കാരണം 1 മിനിറ്റിനകം ട്രെയിൻ വരും, ട്രെയിൻ പാലം ചേർത്തില്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകേണ്ട 2000-2500 പേര് മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് അപ്പൻ പാലം സമാസമമാക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, മോൻ ഈ പാലത്തിന്റെ അഗ്രത്ത് നിപ്പോണ്ട്. ഈ പാലത്തിന്റെ അഗ്രത്ത് നിപ്പോണ്ട്. ദൂരെ നിന്നാണെങ്കിൽ ട്രെയിനിന്റെ ശബ്ദം, മകനാണെങ്കിൽ ഇതിനെ മേളിൽ നിൽക്കുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാതെ ഈ പിതാവ് പെട്ടെന്ന് പാലം യോജിക്കുക തന്നെ ചെയ്തു. ട്രെയിൻ അടുത്ത് വന്നു. ട്രെയിൻ കടന്നുപോയി. പോയവരെല്ലാം ടാറ്റ പറഞ്ഞു. പക്ഷേ ഈ പിതാവിന്റെ മുഖത്ത് ദുഃഖമാണ്. കാരണം ട്രെയിൻ വരുന്ന ശബ്ദത്തിൽ പോലും തന്റെ മകൻ മേളിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്ന ശബ്ദം ഈ പിതാവിന് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് പക്ഷേ തന്റെ മകനെ രക്ഷിക്കാൻ പോയാൽ ഒരു നഗരം മുഴുവനും അവിടെ മരിച്ചു പോകും. അതുകൊണ്ട് ആ ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ അപ്പൻ പാലം സമാസമമാക്കി. ഈ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. ഒരു നഗരത്തെ രക്ഷിക്കാൻ വേണ്ടി തന്റെ പിതാവിന്റെ ത്യാഗമായിരുന്നു ആ ഏകജാതനായ പുത്രൻ. അതുപോലെ യേശുക്രിസ്തുവും നമുക്ക് വേണ്ടി പകരമായിട്ട് ഗോകുൽത്തായിൽ മരിച്ചു. ഒരല്പം സ്നേഹം, അറ്റ്ലീസ്റ്റ് രാവിലെ പറഞ്ഞ് തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ അല്പം അറ്റ്ലീസ്റ്റ് സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കണം. അബ്രഹാമിന്റെ ബലി ദൈവം സ്വീകരിക്കാനുള്ള പല കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഹാബേലിന്റെ കാഴ്ചയും നോഹയുടെയും അബ്രഹാമിന്റെയും ദൈവം സ്വീകരിച്ചതുപോലെ ഈ വരുന്ന 3 നോയമ്പും വലിയ നോമ്പും പരിശുദ്ധിയോടെ നോക്കുവാനും അതുമൂലം സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നന്മ വരുവാനും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.